നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സമാധാനം എവിടുന്നോ വരും. ഇങ്ങനെ ഇതൊക്കെ ഞാൻ തന്നെയാണല്ലോ എഴുതിയത്, ഞാൻ തന്നെയാണല്ലോ ചൂസ് ചെയ്തത്, എന്റെ പേരൻസിനെയും ചൂസ് ചെയ്തത് ഞാൻ തന്നെ, എല്ലാ സർക്കംസ്റ്റാൻസസും ചൂസ് ചെയ്തത് ഞാൻ തന്നെ. At the soul level you cannot experience. You can experience only in a body. അപ്പോൾ ഓരോ ഇതും എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ തീർത്താലേ അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാനൊക്കെ ഉള്ളൂ. അപ്പൊ സോൾ എവല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹീലിംഗ് ദീസ് പാർട്സ് ഓഫ് us. Namah Shivaya. എനിക്കിങ്ങനെ ഇന്റർവ്യൂ ഒന്നും എടുത്ത് പരിചയമില്ല. പിന്നെ അങ്ങ് പറയാന്നല്ലാതെ. എന്ത് ഭാഷ? മലയാളം. നമ്മൾ മലയാളം ചാനലാണ്. കുറച്ച് ഇംഗ്ലീഷ്. ഓ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്, ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും ആകസ്മികമാണോ അതോ പ്രീ പ്ലാൻഡ് ആണോ. ഇപ്പോഴത് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് യഥാർത്ഥത്തിൽ എൻ്റെ വൈകുന്നേരം മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ ആകസ്മികമായൊരു മെയിൽ കാണുന്നു. ആ മെയിലിലെ കോണ്ടാക്റ്റിലേക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ തിരിച്ച് വിളിക്കുന്നു. നോർമലി മെയിൽ വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ ഇത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ മാം ഇന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് പോകും. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഞാനും ഫ്രീ അല്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കാണാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതും മാഡം പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, ഇന്ന് കുറേ തിരക്കുകളുണ്ട്, 1 മണിക്കൂറിനകത്ത് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു. അങ്ങനെ ഇന്ന് ഈ ഒരു എന്താ പറയുക ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ചാനലുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി ജയ നായർ മാമിനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, നമസ്തേ. എനിക്ക് തോന്നുന്നു മാം ധാരാളം അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണൊരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. അതെ, ഞാൻ അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ പബ്ലിക്കായിട്ട് എന്റെ റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വരും. അത് ഞാൻ എടുക്കുന്നത് തന്നെയാണ്, അല്ലാതെ ഇന്റർവ്യൂ ആയിട്ട് 1-2 പേരെ ചെയ്തിട്ടുള്ളൂ. മാഡം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എനിക്ക് വളരെ ആകർഷകമായി തോന്നിയത്, അതായത് റിഗ്രഷൻ തെറാപ്പി. അപ്പൊ ഇന്ന് ധാരാളം പേരുകളിൽ ഇത് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. ശരിക്കും താങ്ക്സ് ടു ഡോക്ടർ ബ്രയാൻ എൽവൈസ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നേരത്തെ ഉള്ളൊരു കാര്യമാണ്. പക്ഷെ എങ്കിലും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഹിപ്നോതെറാപ്പിയാണ്. അതെ. അതിൽ പല ബ്രാഞ്ചസും ഉണ്ട്. അപ്പോൾ ഒരു ബ്രാഞ്ചാണ് റിഗ്രഷൻ തെറപ്പി, ഇന്നർ ചൈൽഡ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസിൽ കൂടെ പോകുമ്പം അതിന്റെ എന്തെങ്കിലും ഒരു കണക്ഷൻ വേറെ ഒരു പാസ്റ്റ് ലൈഫിൽ കാണാം. എല്ലാം കാണുന്നു പറയുന്നില്ല, പക്ഷെ റിഗ്രഷൻ തെറപ്പി ആവുമ്പം ഈ പ്രസന്റ് മൊമെന്റിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഇന്നർ ചൈൽഡ് ആണെങ്കിലും നമ്മൾ പുറകോട്ടാണ് പോണത്. അങ്ങനെ അതാണ് റിഗ്രഷൻ തെറപ്പി. അപ്പോ ശരിക്കും മലയാളിക്ക് അകപ്പാട് അറിയാവുന്ന വാക്ക് ഹിപ്നോട്ടിസവും അങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളാണ് ഒരു കോമൺ സൈക്കിന് അറിയാവുന്നത്. അപ്പോൾ ഹിപ്നോസിസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മാഡം എന്താണ് ഹിപ്നോസിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? ക്ലിനിക്കൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സംഗതികളും സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രസൻറ്റിൽ യൂസ് ചെയ്യണ മൈൻഡാണ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡാണ് മേജർ പാർട്ട് ഓഫ് ദ മൈൻഡ്. അതിൽ കുറച്ചേ ഉള്ളൂ കോൺഷ്യസ് മൈൻഡ്, അബൌട്ട് 10 to 12% കോൺഷ്യസ് മൈൻഡ് ഉള്ളൂ. ബാക്കി 88% സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എല്ലാ സംഗതികളും സ്റ്റോർ ചെയ്യാണ്. ഇറ്റ് ഈസ് അറ്റ് എ സോൾ ലെവൽ എന്ന് പറയാം. നമ്മുടെ
ഈ പ്രസന്റ് ബോഡിക്ക് ഉള്ള മൈൻഡ് മാത്രമല്ല, നമ്മൾ എത്രയോ ജന്മങ്ങൾ ജനിച്ചിരിക്കുന്നു, ആ ജന്മങ്ങളുടെ ഒക്കെ റെക്കോർഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു ട്രോമയൊക്കെ വരുമ്പോ നമ്മൾ പറയും, ഓ അത് കർമ്മം തീർക്കാനുള്ളതാണ്. ഈ കർമ്മം എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. അത് നമ്മൾ തന്നെ ചൂസ് ചെയ്ത് ആ കർമ്മം എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പിന്നെ അല്ലാതെ അറ്റ് ദ സോൾ ലെവൽ, ആത്മാവിന്റെ ലെവലില് നമുക്ക് എല്ലാം അറിയാം, പക്ഷെ ആത്മാവിന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് ബോഡിയിൽ വന്നാലേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മനുഷ്യനായിട്ടും ആവാം, മൃഗമായിട്ടും ആവാം. ഏത് വിധത്തിലെങ്കിലും ഒരു ബോഡി ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംഗതി നമ്മൾ ചൂസ് ചെയ്യണത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ തെറപ്പി ചെയ്യുമ്പം ഇത് നമ്മൾ റിഗ്രസ് ചെയ്യാണ്, ഈ പ്രസന്റ് മൊമെന്റിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോവുക. അത് ഈ ജന്മത്തിൽ തന്നെ ആവാം, അത് അല്ലെങ്കിൽ അത് വേറെ ജന്മത്തിലും ആവാം. ഈ ജന്മത്തിൽ തന്നെ പല സംഗതികളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ റിഗ്രഷൻ തെറപ്പി കൂടെ ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഹീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പോകും. ഇതാണ് അതിന്റെ ബേസ്. അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന ക്ലിനിക്കൽ ഹിപ്നോസിസിൽ സാധാരണ ഈ ഒരു സംഗതി വരുന്നില്ലല്ലോ. കാരണം മാക്സിമം അപ് ടു നമ്മൾ ഈ കൺസീവിങ്ങിന്റെ ടൈം മുതൽ ഉണ്ടാകുന്ന മെമ്മറീസ് ആണ് ഈ പറയുന്ന ആളിനെ ബാധിക്കുന്നത് മാത്രമേ അവർ പറയുന്നുള്ളൂ. അല്ല, ക്ലിനിക്കൽ ഹിപ്നോസിസിലും ഇതിന്റെ പുറകോട്ട് കൊണ്ടുപോകും. അല്ല, ഒരു അല്ല മേഡം, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ നമ്മുടെ മോഡേൺ സൈക്കോളജിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെ. അവര് പറയുന്നത് ഇവിടെ ഈ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഫാദറിനുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ ട്രൈറ്റ്, അല്ലെങ്കിൽ മദറിനുണ്ടാകുന്ന, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സൈക്കിക് ട്രോമയാണ് ശരിക്കും അത് കുട്ടിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് പക്ഷെ എല്ലാ സംഗതിക്കും പാസ്റ്റ് ലൈഫിൽ പോണം നിർബന്ധമൊന്നുമില്ല. അതെ. ഈ ലൈഫിൽ തന്നെ സോൾവ് ചെയ്യാന്നുള്ളത് പലതും ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഈ മോഡേൺ ഈ സോക്കോൾഡ് ഇവിടുത്തെ ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയില് ഇപ്പൊ എല്ലാരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, എസ്പെഷ്യലി കേരളത്തിലെ കാര്യം. ഇപ്പൊ ഞാനിപ്പോ ഒരു 20 കൊല്ലമായി ഇതൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അന്നത്തെ കാലത്തൊക്കെ അക്സെപ്റ്റൻസ് കുറവായിരുന്നു. അക്സെപ്റ്റൻസ് കുറവായിരുന്നു. പിന്നെ എന്തിനിത് ചെയ്യണം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പൊ അത്രക്കില്ല. ഇപ്പൊ അതിന്റെ അവയർനെസ് വളരെ കൂടി. അതുകൊണ്ട് പീപ്പിൾ ആർ കമ്മിങ് ഫോർവേഡ് ടു ഡു ഇറ്റ്. ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു അക്കാഡമിക് തലങ്ങളിൽ അല്ലെങ്കിൽ സ്കോളാസ്റ്റിക് തലങ്ങളിൽ നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ അതാ പറഞ്ഞത്. കാര്യം നമ്മളിപ്പോൾ ഈ പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് പറയുകയാണെങ്കിൽ അതിനെ വളരെ ക്യൂരിയസ് ആയിട്ടും പിന്നെ ഒരു ഫ്രൗണിങ് ഐസോട് കൂടിയായിരിക്കും കേരളത്തിലെ ഒരു സോക്കോൾഡ് എഡ്യൂക്കേറ്റഡ് ഒരു റെലം കാണുന്നത്. ഞാൻ അതാ പറഞ്ഞത്. അത് കുറച്ചുകൂടെ അവയർനെസ് വരണം. പിന്നെ വേറെ ഒരു വലിയ സംഗതി കേരളത്തിലും ഇതുമാതിരിയുള്ളത്, ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പം കർണാടകയിലും ഞാൻ അത് കാണുന്നുണ്ട്. ബാംഗ്ലൂർ അല്ല, കോസ്മോപോളിറ്റൻ സിറ്റീസ് അല്ല. പക്ഷേ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റിലീജിയനെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് പല സംഗതികളും റിലീജിയസ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. ഇത് ഹീലിംഗ് ഈസ് ഗോയിങ് ഓൺ. അതൊരു ഓൺഗോയിങ് ആക്ടിവിറ്റിയാണ്. പക്ഷെ അത് ഏത് വിധത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതെ. മാഡം പറയുന്നത് ഈ പറയുന്ന ഹീലിംഗ് പലതരത്തിൽ നടക്കുന്നുണ്ട്. അത് പിന്നെ റിലീജിയസും ആവാം, അല്ലാതെ വേറെ എനർജി വർക്ക് ആവാം, റേക്കി, പ്രാണിക് ഹീലിംഗ്, ഇതിലൊക്കെ കൂടെ ചക്ര ഹീലിംഗ് ആവാം. ഇങ്ങനെ പല മോഡാലിറ്റീസും ഉണ്ട്. പിന്നെ അസ്ട്രോളജി നമ്മുടെ പിന്നെ കേരളത്തില് ഇത് ഒരു വലിയ സംഭവമാണ്. എല്ലാവരും അസ്ട്രോളജിയിലോട്ട് പോവും, അതിൽ പ്രതിവിധി പലതും കാണും. അപ്പൊ അതിലൊക്കെ എന്തൊക്കെയോ ഹീലാവണുണ്ട്. പക്ഷെ ഇപ്പം അതിന്റെ അറിവ് കൂടുതൽ വരുന്നത് എന്തെന്ന് വെച്ചാല്
കുറച്ചുകൂടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ലോജിക്കലാണ് മൈൻഡ്. അപ്പം അവർക്ക് ആ കോൺഷ്യസ് മൈൻഡിൽ അറിയണം. ഇപ്പൊ ഒരു അസ്ട്രോളജി എടുത്തു പോയാൽ അയാൾ എന്തോന്നാണ് പറയണത് നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. പിന്നെ ചൊവ്വ അവിടെ നിൽക്കുന്നു, ശനി ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട് എന്തോന്നും. അപ്പം പക്ഷെ നമുക്കെന്ന് പറഞ്ഞാല് എനിക്കല്ല കേട്ടോ, ഞാൻ തുടങ്ങിയത് അസ്ട്രോളജിയിലാണ്. പക്ഷെ അതാണ് മിക്കവാറും ഉള്ളവർക്കുള്ള ഒരു രീതി. അപ്പം പിന്നെ ഇത് വരുമ്പോ അവർക്ക് കോൺഷ്യസ്ലി അറിയാം, ഓ ഇതാണ് സംഗതി, ഇതുകൊണ്ടാണ് എനിക്ക് ഈ ട്രോമ വന്നിരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊന്നും നടന്നു. സപ്പോസ് ഒരു കുട്ടി ഒരു കിണറ്റിൽ വീണു, ആ കുട്ടിക്ക് ക്ലോസ്ട്രോഫോബിയ ഉണ്ടായിരിക്കും. അപ്പം വലുതാവുമ്പം ഇതൊന്നും ഓർമ്മ കാണൂല, കിണറ്റിൽ വീണെന്നൊന്നും ഓർമ്മ കാണൂല, അതിന് രക്ഷപ്പെട്ടു വന്നില്ലേ. എത്രയോ കൊല്ലം കഴിയുമ്പം ഈ ഹീലിംഗ് ചെയ്യുമ്പോൾ, ക്ലോസ്ട്രോഫോബിയക്ക് ഹീൽ ചെയ്യുമ്പം ഈ സംഗതി പുറത്തേക്ക് വരും. അപ്പൊ ഇതാണ് കാരണം. അത് അറിയാനാണ് ഇപ്പോഴത്തെ ആളുകള് കുറച്ചുകൂടെ ഇതിലൊക്കെ വരുന്നത്. ഇതാണ് റീസൺ. പണ്ട് ഇല്ലായിരുന്നത് ഇപ്പൊ വരുന്നത് ഇതുകൊണ്ടാണ്. എല്ലാവർക്കും അതിന്റെ ഒരു ആൻസർ വേണം. വെറുതെ ഈ പൂജ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോരാ. പക്ഷെ ഈ പൂജ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും അത് അവർക്കറിയണം. എപ്പോഴും ഒരു ഇൻക്യൂറ്റീവ് മൈൻഡ് ആണ് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ലീഡ് ചെയ്യുന്നത്. അപ്പൊ മാഡത്തിന്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ട്വിസ്റ്റ്, ട്വിസ്റ്റ് അതിലേക്ക് വരാൻ? ട്വിസ്റ്റ് ഞാൻ പറഞ്ഞതുമാതിരി അസ്ട്രോളജിയിൽ തുടങ്ങിയതാണ്. എത്രയോ അതൊരു മിയർ ക്യൂരിയോസിറ്റി കൊണ്ടാണോ അതോ? ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മൂമ്മ കുറെയൊക്കെ അസ്ട്രോളജി ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മ എന്നാണ് വിളിച്ചിട്ട്. അമ്മ ഈ വരയ്ക്കണതും കാൽക്കുലേറ്റ് ചെയ്യണതും ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. അപ്പൊ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എടുത്തത് എൻ്റെ ജീവിതത്തിൽ പല സംഗതികളും ഞാൻ പ്ലാൻ ചെയ്തില്ല, ചെയ്തത് മാതിരി വന്നില്ല. അത് ഇതിന്റെ കാരണം എന്തെന്നാണെന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് അസ്ട്രോളജി പഠിക്കാൻ തുടങ്ങിയത്. കോർപ്പറേറ്റ് ഫീൽഡിലായിരുന്നല്ലേ വർക്ക് ചെയ്തിരുന്നത്? അതെ, സീമെൻസ് ഇൻഫർമേഷൻ സിസ്റ്റംസിലാണ് അവസാനം വർക്ക് ചെയ്തത്. അവിടെയും ഒരു അസ്ട്രോളജി അതിന് മുമ്പ് അറിയാമായിരുന്നോ? അസ്ട്രോളജി 40 കൊല്ലം മുമ്പ് അത് ഒരിക്കലും വിട്ടിട്ടില്ല. ഇപ്പോഴും കുറേശ്ശെ. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കുകയാണ് അസ്ട്രോളജി. ശരി ശരി. അപ്പൊ ഈ കോർപ്പറേറ്റ് ലൈഫിന്റെ ഈ ഒരു ഇതിന്റെ ഇടയിൽ മെക്കാനിക്കൽ ലിവിംഗ് എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന ആ ഒരു മേഖലയിൽ നിന്ന് പതുക്കെ പിന്നെ കൗൺസിലിംഗിലേക്ക് തിരിഞ്ഞു അല്ലേ? HR-ലായിരുന്നോണ്ട് ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെ മുഴുവൻ നോക്കണതായിരുന്നു എൻ്റെ അവസാനത്തെ ജോലി. അപ്പം ഐ ഗോട്ട് ഇൻ ടച്ച് വിത്ത് പീപ്പിൾ. അപ്പൊ എനിക്ക് തോന്നി പലർക്കും പല സംഗതികളും ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നിരുന്ന് കുറെ പറയും കരയും ഒക്കെ ചെയ്യും. അപ്പൊ ഇത് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ടു ഗിവ് ദം സം റിലീഫ്. അതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്തു. പക്ഷെ തുടക്കം അവിടുന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലി വിട്ടു, ഇതിലോട്ടങ്ങ് വന്നു. പിന്നെ ബിഹേവിയറൽ സ്കിൽസ് ട്രെയിൻ ചെയ്യുമായിരുന്നു. അതിലും ആളുകളെ 1-on-1 പല ഇന്ററാക്ഷൻസും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ taught me about people and the person behind the role. അപ്പോൾ അതിലാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഓക്കെ മാഡം നേരത്തെ പറഞ്ഞത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കർമ്മ അത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ എടുത്തതാണ്. ഒരു ജസ്റ്റ് ലൈക്ക് എ ഡ്രാമ, അതിൽ റോൾ പോലെ നമ്മൾ എടുക്കുന്നതാണ് ടു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും നമ്മൾ ഈ കാണുന്ന ഈ ബഹളങ്ങളുടെയൊക്കെ പിറകിൽ യഥാർത്ഥത്തിൽ ശരിക്കും അതിന്റെ പിറകിൽ ഒരു റീസൺ ഉണ്ട്. ആരെങ്കിലും നമ്മൾ അതിനു വേണ്ടി വന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പുണ്യവും പാപവും ഒക്കെ വെറും ആപേക്ഷികമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും അല്ലെ? ഭൗതിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം കാണുന്ന ചില
സംഗതികളായിട്ടാണോ നോക്കുന്നത്? അതെല്ലാം നമ്മുടെ അവയർനെസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളെ ട്രബിൾ ചെയ്യുള്ളൂ. അതെ അതെ അതെ. അത് ട്രബിൾ ചെയ്യുള്ളൂന്നേ ഉള്ളൂ, അത് ഉണ്ടായിരിക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതൊക്കെ അതിന്റെ പടി നടന്നുകൊണ്ടിരിക്കും. നമ്മൾ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യണമെന്നുള്ളതാണ് നമുക്കുള്ള പെയിൻ ഓർ പ്ലഷർ. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഒരു തരം വിഷമവും തരുന്നില്ല. നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സമാധാനം എവിടുന്നോ വരും. ഇങ്ങനെ ഇതൊക്കെ ഞാൻ തന്നെയാണല്ലോ എഴുതിയത്, ഞാൻ തന്നെയാണല്ലോ ചൂസ് ചെയ്തത്, എന്റെ പേരൻസിനെയും ചൂസ് ചെയ്തത് ഞാൻ തന്നെ, എല്ലാ സർക്കംസ്റ്റാൻസസും ചൂസ് ചെയ്തത് ഞാൻ തന്നെ. അപ്പൊ അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമുക്ക് തന്നെ ഒരു പേഷ്യൻസും ഒരു സമാധാനവും. അപ്പൊ നോർമലി ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ്, വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദാറ്റ് സെലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, what I said the first time, at the soul level you cannot experience. You can experience only in a body. അപ്പോൾ ഓരോ ഇതും എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ തീർത്താലേ അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാനൊക്കെ ഉള്ളൂ. അപ്പൊ സോൾ എവല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹീലിംഗ് ദീസ് പാർട്സ് ഓഫ് അസ്. അപ്പം നമ്മൾ ഇപ്പം പിന്നെ ഈ ജന്മത്തിൽ ചെയ്തില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ചെയ്യേണ്ടി വരും. അത് ചെയ്താലേ നമ്മുടെ പണ്ടത്തെ കോൺസെപ്റ്റ് തന്നെ ടു ബി വൺ വിത്ത് ലൈറ്റ്, എൻലൈറ്റ്മെന്റ്, അത് ഈസ് ടു ബി ഇൻ എന്താ പറയാ അലൈൻമെന്റ് വിത്ത് ലൈറ്റ്. അത് വരണമെങ്കിൽ ഈ കർമ്മങ്ങൾ അത്രയും ചെയ്തു കഴിഞ്ഞ് കർമ്മം ഒന്നും ഇല്ലാതെ വരുമ്പോഴേ നമുക്കത് പറ്റുള്ളൂ. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ വരുന്ന, അതായത് സഞ്ചിത കർമ്മങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഈ മായയുടെ ആ ഒരു വലയത്തിൽ പെടുമ്പോൾ നമ്മൾ വീണ്ടും 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 കർമ്മങ്ങൾ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർജിത കർമ്മങ്ങൾ, അതാണ് ഇതൊക്കെ അറിയാം. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ആ എടുത്തുചാട്ടം, മറ്റേ കർമ്മത്തിലോട്ട് ചാടുന്ന എടുത്തുചാട്ടം കുറയ്ക്കാൻ പറ്റും. അതെ അതെ അതെ, ശരിയാണ്. അപ്പം നമ്മൾ അതിലോട്ട് പോവില്ല. പോകാതെ ഇരിക്കാം, പോകില്ല എന്നല്ല, പോകാതെ ഇരിക്കാം. ടെംപ്റ്റേഷൻ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയാൽ ഇനി വേറെ ഒരു കർമ്മം തുടക്കാൻ പാടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ആ വിചാരത്തിൽ നിന്ന് നമുക്ക് തന്നെത്താനെ തന്നെ തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ മാഡം ഏതൊക്കെ കോഴ്സുകളാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഹിപ്നോതെറാപ്പിയുമായി റിലൈസ് ചെയ്ത്? ഞാൻ ക്ലിനിക്കൽ ഹിപ്നോസിസ് ആണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് ട്രാൻസ്പേഴ്സണൽ റിഗ്രഷൻ തെറപ്പി, അത് കഴിഞ്ഞ് ഫാമിലി കോൺസ്റ്റലേഷൻ. ദാറ്റ് ഈസ് എ ഡിസോസിയേറ്റഡ് ഫോം ഓഫ് തെറപ്പി. ഒരു പ്ലേ കാണുന്ന മാതിരി ബാക്കിയുള്ളവര് റോൾസ് പ്ലേ ചെയ്യാണ് നമ്മുടെ ഇഷ്യൂ എടുത്തോണ്ട്. അപ്പൊ നമ്മൾ ഡയറക്ട്ലി ഇൻവോൾവ് അല്ല. അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അവയർനെസ് കിട്ടും. അതാണ് ഫാമിലി കോൺസ്റ്റലേഷൻ. അല്ല, ഇറ്റ് ഈസ് കോൾഡ് ഫാമിലി കോൺസ്റ്റലേഷൻ. ഇറ്റ് വാസ് conceptualized by a German psychologist, Bert Hellinger. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പിന്നെ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ ആ പ്രോബ്ലം എടുത്തിട്ട് ബാക്കിയുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. എന്റെ പ്രോബ്ലം ആണെങ്കിൽ ബിജു ഞാനാവാം, പിന്നെ വേറെ ഒരാള് ആ പ്രോബ്ലം ആവാം. അങ്ങനെ പല എലിമെന്റ്സും ഉണ്ടായിരിക്കും. അപ്പൊ അവരിങ്ങനെ മൂവ്മെന്റ് ചെയ്യുമ്പോഴും അത് പറയണതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇതായിരുന്നു അതിന്റെ പുറകിൽ. അപ്പൊ ഇത് കർമ്മം തന്നെ എന്തോന്നാണ് കർമ്മം നമ്മൾ കൊണ്ടു നടക്കണതെന്ന് അത് തന്നെ അതിൻ്റെ അകത്തുനിന്ന് വരും. ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പം നമുക്ക് മനസ്സിലാവും, ഓ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ആ അവയർനെസ് വരുമ്പം ദാറ്റ് ഇസ് എ ഹീലിംഗ്. അത് നോർമലി നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമുകളിൽ അങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്നതാണോ?
അതോ നമ്മൾ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ടോട്ടലി ക്രിയേറ്റഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുമല്ല അത് ചെയ്യാൻ ഫെസിലിറ്റേറ്റർ ഫെസിലിറ്റിന്റെ ഹെൽപ്പ് കൊണ്ട് കൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഫൈൻ ഫൈൻ. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വരുമ്പം അത് ശരിയാക്കാനുള്ള ഇത് പറ്റൂല. ഞാൻ ചോദിച്ച ഒരു നാച്ചുറൽ സജഷൻ എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എന്നുള്ളതും കൂടെ ബട്ട് ഒക്കേഷണലി ഇറ്റ് ഹാപ്പൻസ്. എല്ലാവർക്കും അത് എപ്പോഴും വരാമല്ലോ. നമ്മളിപ്പം ഒരു സ്വപ്നം കണ്ടാൽ തന്നെ ദാറ്റ് ക്യാൻ ഓൾസോ ബി ഹീലിംഗ്. അതെ 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 അതെ. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത സംഗതികൾ തന്നെ കാണിക്കാം. അത് ഒരു നല്ലൊരു ലീഡാണ്. കാരണം വെച്ചാൽ ഈ പല സ്വപ്നങ്ങളും യഥാർത്ഥത്തില് നമ്മുടെ പാസ്റ്റ് ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അതിൽ കാണുന്ന ഞാൻ തന്നെ റിക്കറന്റ് ആയിട്ട് കാണുന്ന ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചു അതിന്റെ റീസൺ എന്താണ്, വാട്ട് ഈസ് ദ ബേസിക് റീസൺ ഫോർ ദാറ്റ് എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ഡേയിൽ ഐ ഹാഡ് എ ഡ്രീം. അതൊരു നൈറ്റ് മെയർ ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മെയർ മറ്റേ ആദ്യത്തെ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് പോയി. അതെ, അത് അവയർനെസ്സിൽ വരികയാണ്. ആ ഡ്രീം വരണത് തന്നെ ഓർമ്മിക്കുന്നത് തന്നെയാണ് അവയർനെസ്. നമ്മൾ എത്രയോ ഡ്രീം കാണുന്നു, എല്ലാം ഓർമ്മ കാണൂല ഉണരുമ്പോ. പക്ഷെ ഈ ഡ്രീംസ് ഒക്കെ ഇങ്ങനെ ഹീലിംഗ് ഡ്രീംസ് ഒക്കെ ഓർമ്മയിരിക്കും. പിന്നെ ഡ്രീംസും ഇന്റർപ്രറ്റ് ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. That itself is another modality. അതെ അതെ അതെ. പക്ഷെ അതെല്ലാം ഈ ഫ്രോയിഡിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസിൽ ഒന്ന് കുടുങ്ങി കിടക്കുകയായിരുന്നു ഒരു കാലം വരെ. പക്ഷെ നമ്മുടെ ഇവിടെ ഭാരതീയ വേദാന്തത്തില് പണ്ടുള്ള ആൾക്കാർ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതികളുണ്ടായിരുന്നു. അതെ അതെ. ഇതൊന്നും ഇപ്പൊ ഉണ്ടാക്കിയതല്ല. അല്ലല്ല. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ മാത്രമേ ഇപ്പൊ ഉള്ളൂ. അതെ അതെ. പിന്നെ ഫാമിലി കോൺസ്റ്റലേഷനും ഇസ് വെരി ക്ലോസ് ടു കർമ്മ. കർമ്മത്തിൽ എന്താണ് വരുന്നത്, നോട്ട് ഓൺലി നമ്മുടെ പാസ്റ്റ് ലൈഫ്, നമ്മുടെ ആൻസസ്റ്റേഴ്സിന്റെ റോള്. ഇപ്പം നമ്മുടെ ഒരു 3 ജനറേഷൻ ബാക്ക്വേർഡ്സ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നമ്മളെ എഫക്റ്റ് ചെയ്യും. But that is ancestral healing. That can also be done through family constellation. പിന്നെ അതിന്റെ വേറെ ഒരു ബ്രാഞ്ച് ഉള്ളത് ഓർഗനൈസേഷണൽ കോൺസ്റ്റലേഷൻ. പിന്നെ ഫാമിലി കോൺസ്റ്റലേഷന്റെ ഒരു ബ്രാഞ്ച് ഓർഗനൈസേഷണൽ കോൺസ്റ്റലേഷൻ ആണ്. ഓർഗനൈസേഷണൽ കോൺസ്റ്റലേഷൻ ഒരു ഏത് ഓർഗനൈസേഷൻ വേണമെങ്കിലും ആവാം, ഒരു NGO വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിലും ആവാം. ഏതെങ്കിലും ഒരു ഓഫീസിലോ ഓർഗനൈസേഷനിലോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ഓരോരുത്തരും പറയണത് കേട്ടും കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇതാണ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഇറ്റ് വർക്ക്സ് ഓൺ കളക്റ്റീവ് കോൺഷ്യസ്നെസ്. ഇപ്പൊ എനിക്കൊന്ന് എന്തെങ്കിലും ഫീൽ ചെയ്താൽ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ ബേസ്, ഫാമിലി കോൺസ്റ്റലേഷന്റെ ബേസ്. അതിന്റെ ബേസ് ഫാമിലി കോൺസ്റ്റലേഷൻ തന്നെയാണ്. പക്ഷെ ഓർഗനൈസേഷണൽ കോൺസ്റ്റലേഷനിൽ മനുഷ്യരെ പറ്റിയിട്ടല്ല, ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഈ ഹിപ്നോതെറാപ്പി, ഹിപ്നോസിസ്, അപ്പൊ ഇതിന്റെ എന്താ പറയാ, അതിന്റെ കൂടുതലായ പഠനങ്ങൾ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലാണോ? ആക്ച്വലി ഇവിടെ എല്ലാം ഉള്ളതാണ്. എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാം ഓൺലൈനും ഉണ്ട്. പല ആളുകളും ഓൺലൈൻ ചെയ്യുന്നുണ്ട്. ഹിപ്നോതെറാപ്പി ബൈ ഇറ്റ് സെൽഫ് ഫുൾ ഫ്ലെജ്ഡ് 1 year കോഴ്സാണ് ഇപ്പൊ ഇവിടെയും. പിന്നെ ട്രാൻസ്പേഴ്സണൽ റിഗ്രഷൻ തെറപ്പി 1.5 years കോഴ്സാണ്. അപ്പം വെരി ഡീറ്റെയിൽഡ്. ഇപ്പൊ കൂടുതലും നമ്മൾ കേൾക്കുന്നത് ഡോക്ടർ ന്യൂട്ടൺ കൊണ്ടാവട്ടിയുടെ സ്റ്റോറീസ് ആണ് കൂടുതലും കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ, അപ്പൊ അതിനെ കുറിച്ച് മാഡം എന്താണ് പറയുന്നത്? എനിക്ക് അത്രയ്ക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയും. ലക്ഷ്മി മെഡിക്കൽ ഡോക്ടർ അല്ലേ? അല്ല, ഐ തിങ്ക് ഹി ഈസ് എ സൈക്കോളജിസ്റ്റ് ഡോക്ടർ. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഹി വാസ് മെഡിക്കൽ. ഐ മെറ്റ് ഹിം many years back. പക്ഷെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും അത്ര ഞാൻ ഫോളോ ചെയ്യാറില്ല. ബാംഗ്ലൂർ എല്ലാ കൊല്ലവും ഒരു റിട്രീറ്റ് മാതിരി ചെയ്യും. അപ്പോ ഈ പിന്നെ എന്താണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ കുറിച്ച്
നമ്മുടെ നോർമലി എത്ര ജന്മങ്ങളായിരിക്കും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകം എത്ര ജന്മങ്ങളാണെന്ന് ഇല്ല. പക്ഷേ 7 ജന്മം വരെയാണ് മാക്സിമം ഇഫക്റ്റ് ഈ ജന്മത്തിൽ ഉണ്ടാവുക, ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. അപ്പൊ മിക്കവാറും ആ 7 ജന്മത്തിന്റെ അകത്ത് കാണും. അതിനെക്കാട്ടിലും കൂടുതലുണ്ടായിരിക്കും. ഞാൻ ഒരു ക്ലയന്റിനെ 99th ജന്മം എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലല്ല. എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അതാണ്, നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. അല്ല, ഈ പറഞ്ഞ പർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലയന്റ് എന്ത് പ്രോബ്ലം ആയിട്ടാണ് മാഡത്തിന്റെ അടുത്ത് വന്നത്? അത് റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരുന്നു. പക്ഷേ റിഗ്രഷൻ ചെയ്തപ്പം ഷീ സെഡ് that is 99 lives before. അപ്പൊ ഒരു സ്റ്റോൺ ഏജ് മാതിരി അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്യാത്ത സൊസൈറ്റിയിൽ ഉണ്ടായ ഒരു സംഗതി കൊണ്ടാണ് ഈ ഇത് വന്നിരിക്കുന്നത്, ഇപ്പൊ വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇൻ ബിറ്റ്വീൻ പല ലൈഫ്സിലും ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ആദ്യമായിട്ട് വന്നത് ആ ലൈഫിൽ നിന്നാണ്. ഓൾമോസ്റ്റ്. പിന്നെ ഇത് മിക്കവാറും ഒരു സെഷൻ ആയിരിക്കില്ല, പല സെഷനും വേണ്ടി വരും. ചിലപ്പം പല ലൈഫ് ടൈംസും കാണേണ്ടിയും വരും. പിന്നെ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഒരു പ്രോബ്ലം എടുത്ത് നമ്മൾ പോകുമ്പോൾ ഇതിങ്ങനെ ലേയേഴ്സ് ആയിട്ടായിരിക്കും വരണത്. അപ്പോൾ ഓരോ ഇഷ്യൂവും ക്ലിയർ ചെയ്താലേ അത് കംപ്ലീറ്റ് റിലീഫ് കിട്ടുള്ളൂ. അങ്ങനെയാണ് എല്ലാത്തിനും. അപ്പോ പിന്നെ അതിന്റെ കൂടെ ചൈൽഡ് തെറാപ്പി കുറിച്ച് ഇന്നർ ചൈൽഡ് ദിസ് ലൈഫ് ടൈം. ഇപ്പൊ 5 മിനിറ്റ് മുമ്പ് വന്നത് പോലും ഇന്നർ ചൈൽഡാണ്. അപ്പം നമ്മൾ കോൺസെപ്ച്വൽ ടൈം മുതൽ ഉള്ള എപ്പോൾ വേണമെങ്കിലും ഇന്നർ ചൈൽഡ് ആവാം. ക്ലിയർ ആയില്ല, ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാം. ഇപ്പൊ നമ്മൾ കൊച്ചിലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കിണറ്റിൽ വീണു, അതിന്റെ ഇംപ്ലിക്കേഷൻ ഇപ്പം 25ാമത്തെ വയസ്സിൽ വരാം. അപ്പൊ അത് ഇന്നർ ചൈൽഡാണ്. ആ 3 വയസ്സായ കുട്ടി വീണത് അത് ഇന്നർ ചൈൽഡാണ്. അതിനെ ഹീൽ ചെയ്യുമ്പോ 25ാമത്തെ വയസ്സിലെ ക്ലോസ്ട്രോഫോബിയ, ഒരു ലിഫ്റ്റിൽ കയറാൻ വയ്യ, എനിക്ക് ഇതിന്റെ അകത്ത് നിൽക്കാൻ വയ്യ, ഭയങ്കര ആങ്സൈറ്റിയും സഫോക്കേഷനും ഒക്കെ വരും. അത് ഫിസിക്കലായിട്ട് തന്നെ വരും, അത് മെന്റൽ മാത്രമല്ല, ചിലപ്പോ ഫിസിക്കലായിട്ട് തന്നെ വരും. എനിക്കിവിടെ നിൽക്കാനേ വയ്യ എന്ന് പറഞ്ഞാൽ ഓടും. അങ്ങനെയൊക്കെ ഉള്ളപ്പം ചിലപ്പം ഇത് ഇന്നർ ചൈൽഡ് മാത്രമായിരിക്കും, അല്ലാതെ പാസ്റ്റ് ലൈഫിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതുമാതിരി തന്നെ പിന്നെ പല യൂറോപ്പിൽ എസ്പെഷ്യലി പല ഇത് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. വാർ ടൈമിൽ ജനിച്ച ആളുകൾക്ക് അവർക്ക് ഫ്ലൈ ചെയ്യാൻ പ്രയാസം, ഫ്ലൈ ചെയ്യാൻ ഫോബിയാണ്. അപ്പോൾ എയർക്രാഫ്റ്റിൽ കയറില്ല. They might have died in an aircraft. അതുമാതിരി ഒരാൾ ഡ്രൗൺ ചെയ്ത് മരിച്ചു. അപ്പം വാട്ടർ വിൽ ബി എ പ്രോബ്ലം. വെള്ളത്തിലോട്ട് ഇറങ്ങില്ല. അവിടെ സീസൈഡിൽ പോയാലും കാല് പോലും നനയ്ക്കില്ല, അല്ലെങ്കിൽ ഒരു കുളത്തിൽ ഇറങ്ങില്ല. അങ്ങനെ അതൊക്കെ ഒരു ഫിയർ ആയിരിക്കും. അതൊക്കെ ഇന്നർ ചൈൽഡിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ആയിരിക്കും. അപ്പൊ നോർമലി നമ്മുടെ റേക്കി ഹീലിംഗില് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഇന്നർ ചൈൽഡ്, മിഡിൽ മാൻ, ഹയർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇന്നർ ചൈൽഡും ആ ഇന്നർ ചൈൽഡും തമ്മിൽ ക്വൈറ്റ് ഡിഫറൻസ് അല്ലേ? അല്ല, ഇറ്റ്സ് ദ സെയിം. ഇന്നർ ചൈൽഡ് ഇസ് ഓൾവേസ് ദ സെയിം. പക്ഷേ ആ ഹീലിംഗ് ഏത് ലെവലിലാണ് ചെയ്യേണ്ടതെന്നേ ഉള്ളൂ വ്യത്യാസം. ഇനി ഇത് ഒരു മോഡാലിറ്റിയും പ്രത്യേകം ഓരോന്നും ഓരോ ആളുകൾക്ക് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഹിപ്നോതെറപ്പി നടക്കുന്ന വിചാരിക്കണ്ട. അതുമാതിരി തന്നെ റേക്കിയും, ചിലർക്ക് റേക്കി നല്ലതാണ്. പക്ഷെ ചിലർക്ക് ആ ഈ ഞാൻ പറഞ്ഞതുമാതിരി ലോജിക്കലായിട്ട് അറിയണം എന്നുള്ളവർക്ക് റേക്കി മേ നോട്ട് വർക്ക്. ഇതെന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് ശരിയാവോ എന്നൊരു ഫീലിംഗ് കാണും. പക്ഷെ അല്ലാത്തവർക്ക്
അത് നടക്കും. ഉം, 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 ഉം. പിന്നെ റേക്കിയിലും വേറെ സംഗതികളൊക്കെ ഉണ്ട്. ഉം, റേക്കി ഈസ് എനർജി ഹീലിംഗ്. ഉം. വി ആർ ഓൾ എനർജി ബീയിങ്സ് ഹാവിങ് എ ഹ്യൂമൻ എക്സ്പീരിയൻസ്. അതെ അതെ അതെ. അപ്പോൾ ഈ റേക്കിയൊക്കെ ചെയ്യുമ്പോൾ ദ ഹീലിംഗ് ഈസ് അറ്റ് ദ സോൾ ലെവൽ. ഉം, ഇപ്പൊ ഒരു ആള് വളരെ ബാഡ് കണ്ടീഷനിൽ ഹെൽത്ത് വൈസ് ഇരിക്കുകയാണെന്ന് വയ്ക്കും. ഉം, അപ്പൊ നമ്മൾ റേക്കി ചെയ്യണം. ഉം. ആ ആളുടെ സോൾ വിൽ ചൂസ് ടു ലീവ് ദ ബോഡി. ഉം, ഉം, ഉം. അതിന് നമുക്ക് കൺട്രോൾ ഇല്ല. അതെ അതെ അതെ. ഉം, നമുക്ക് ഹീൽ ചെയ്ത് വിടാവുന്നേ ഒക്കെ ഉള്ളൂ. ഉം, ഉം. അല്ലാതെ അത് ഇങ്ങനെ തന്നെ ഹീൽ ചെയ്യണം, ഹീൽ ചെയ്തിട്ട് തിരിച്ച് ഈ ജന്മത്തിൽ തന്നെ കുറെ നാള് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. പറ്റുന്നതല്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് സോൾ ലെവലിലാണ് ഹീൽ ചെയ്യണത്. ഉം. അപ്പൊ ആ ഹീലിംഗ് ചെയ്യുമ്പം ഈ ബോഡി ഇനി കൊള്ളൂല, നമുക്ക് വേറെ ബോഡി എടുക്കാം എന്ന് സോള് ഡിസൈഡ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു പ്രോപ്പർ അവയർനെസ് ഇല്ലെങ്കിൽ പീപ്പിൾ മേ ബ്ലെയിം യു. അതെ അതെ. ബ്ലെയിം യു. അങ്ങനെ ഒരു ഭയങ്കര ഇൻസിഡൻസ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. മേ ബി മാഡം അതുകൊണ്ടായിരിക്കും. കാരണം ചില ആരാധനാലയങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ആൻഡ് അവര് ബിക്കോസ് ദാറ്റ് ഇസ് ഓവർ. അവരുടെ കർമ്മം തീർന്നു. പിന്നെ പലരും ഈ റീസെന്റ് സം ഫേമസ് പീപ്പിൾ ഓൾസോ ഡൈഡ് ലൈക്ക് ദാറ്റ്. അവരുടെ ഫാമിലി ടെമ്പിളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ വഴിയിൽ വെച്ച് മരിച്ചു. അങ്ങനെ എത്ര ബസ്സസ് ആണ് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പം മരിച്ചു പോണത്. റാഷണലിസ്റ്റുകൾ ഭയങ്കരമായിട്ട് അതിനെ ഇങ്ങനെ ടീസ് ചെയ്യാറുണ്ട്. ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് വന്നപ്പോഴിങ്ങനെ മരിച്ചു. കാര്യമുണ്ട്, അതിനും കാര്യമുണ്ട്. സോൾ ലെവൽ ദേ ഹാവ് ഹീൽഡ്. അപ്പൊ ഈ ജന്മത്തില് ഒരു റെലവൻസ് ഇല്ല. ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ഇറ്റ്സ് സെയിം. അവര് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത് എല്ലാം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പോവാം. ആക്ച്വലി നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മൾ ഈ പറയുന്ന ഈ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഹെൽപ്ലെസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, മീൻസ് നമ്മൾ ഈ ടോട്ടലായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഡ്രാമ മാത്രമാണ് എന്ന ഒരു ഫീലോട് കൂടി കണ്ടാൽ ഇറ്റ്സ് ഓക്കേ. ഹീല് ചെയ്യണ്ട, അപ്പൊ പോവില്ല. അല്ല അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരു സംഗതിയല്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ. അതെ, പലതും നമ്മൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും പലതും ഇപ്പോഴും നമ്മുടെ അവയർനെസ്സിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതെ 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 അതെ. നമ്മൾ വെറുതെ പറയാൻ വേണ്ടി പറയാം. നമ്മുടെ എക്സ്പീരിയൻസ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്രയും പറയാം. അതെ അതെ അതെ. പക്ഷെ അതിലും വളരെ കൂടുതലാണ് ഇതിന്റെയൊക്കെ ഇംപ്ലിക്കേഷൻസ്. അപ്പൊ ഈ ട്രാൻസ്പേഴ്സണൽ അതിനെ കുറിച്ചൊന്ന്. ട്രാൻസ്പേഴ്സണൽ റിഗ്രഷൻ തെറപ്പി ഈസ് ഓൾസോ ലൈക്ക് ഹിപ്നോതെറപ്പി. ബേസ് ഹിപ്നോതെറപ്പി തന്നെയാണ്, പക്ഷേ ഇറ്റ് ഗോസ് ഡീപ്പർ. ഞാൻ ഈ പറഞ്ഞില്ലേ ലെയേഴ്സ് ഉണ്ടെന്ന്. അപ്പൊ ഓരോ ലെയറിന്റെ അകത്തോട്ടും പോയിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ ബോഡിയുടെ ചുറ്റായുള്ള ഒരു 7 പ്ലെയിനുകൾ സാധാരണ പറയാറുണ്ടല്ലോ. പക്ഷെ അത് എനർജി ഹീലിംഗിലേ വരുള്ളൂ. അല്ല, അവിടെ ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആണോ ഈ കർമ്മയുടെ എലമെന്റ്സ് കിടക്കുന്നത്? ഷുവർ. പക്ഷെ അങ്ങനെ അല്ല ഹീൽ ചെയ്യണത്. ലെയർ എന്ന് പറയുമ്പം ഇറ്റ്സ് എ മെന്റൽ ലെയർ. അപ്പം ഓരോ ലെയറും ക്ലിയർ ചെയ്യാൻ റിഗ്രഷൻ തെറപ്പി ഈസ് സംടൈംസ് മച്ച് ഫാസ്റ്റർ ദാൻ ഹിപ്നോതെറപ്പി. അപ്പൊ ഈ ഇന്നത്തെ മോഡേൺ ഡോക്ടേഴ്സിന് വളരെ കീറാമുട്ടിയായിരിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം നമുക്കിപ്പം അറിയാം, ബൈപോളർ നമ്മൾ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില പർട്ടിക്കുലർ ആയിട്ടുള്ള മാനസിക രോഗങ്ങൾ. അപ്പൊ മാഡത്തിന്റെ 2 വർഷത്തെ ഹീലിംഗ് ലൈഫിൽ മാഡം അതിന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ കണ്ടെത്തിയിട്ടുണ്ടോ അങ്ങനെ വരുന്നതിന്? പല റീസൺസും കണ്ടെത്താൻ പറ്റും. അതെ അതെ. അത് പലതും ഇന്നർ ചൈൽഡ് ആയിരിക്കും, പലതും പാസ്റ്റ് ലൈഫ് ആയിരിക്കും, പിന്നെ ആൻസെസ്ട്രൽ ഹീലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിനൊരു പർട്ടിക്കുലർ റീസൺ ആയിട്ട് കാണാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ബൈപോളാറിന് ഇന്നതാണെങ്കിൽ ബൈപോളാർ വരാൻ സാധ്യത. അത് അങ്ങനെ ഒരു പർട്ടിക്കുലർ റീസൺ മാത്രമേ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ല. ഇറ്റ് ഈസ് ഇൻഡിവിജ്വലിസ്റ്റിക്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും ബൈപോളർ വരുന്നത്. It could also be another energy in this person.
So that also could be. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ബാധ എന്ന് ബാധ എന്ന് പറയുന്നത്, പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബൈപോളറിന് അതിനാണോ കൂടുതൽ സാധ്യത? അത് ഒരു സാധ്യതയാണ്, അല്ലാതെ ഞാൻ പറയില്ല അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഒരു സാധ്യതയാണ്. കാരണം രണ്ട് എക്സ്ട്രീം ഡിഫറെന്റ് മൂഡുകളിലാണ്, ഐദർ എക്സ്ട്രീംലി ഹാപ്പി അതർ എക്സ്ട്രീംലി സാഡ്. അപ്പൊ ഇതിന് എന്താണ് അതിനൊരു പർട്ടിക്കുലർ റീസൺ എന്നുള്ളതാണ്? ഒരു റീസൺ അല്ല, അതിന് പല റീസണും, ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് നോക്കിയിട്ട് വേണം അത് പറയാൻ. അല്ലാതെ അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പിന്നെ ആൻസിസ്ട്രൽ ആവാം, എപ്പോഴെങ്കിലും ഒരു, അത് ഫാമിലി കോൺസ്റ്റലേഷനിൽ ബിലീവ് ചെയ്യണതാണ് അതിന്റെ ബേസ്. വൺ ഓഫ് ദ ബേസ് ഇസ് ദാറ്റ് നമ്മുടെ മൂന്ന് ജനറേഷൻ പിന്നോട്ട് ഇപ്പം ഒരാള് ബൈപോളർ ആയിരുന്നു എന്ന് വെക്കൂ, അപ്പൊ അയാളെ ഇങ്ങനെ ഫാമിലിയിലുള്ളവരൊന്നും റെക്കഗ്നൈസ് ചെയ്യില്ല. ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു മുറിയിലിട്ട് പൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ പണ്ടൊക്കെ പിന്നെ ചെയിനിട്ട് കെട്ടി വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കും. പിന്നെ അയാളെ പറ്റി ഒന്നും പറയൂല. അപ്പം ഒരു റെക്കഗ്നിഷൻ ഇല്ല ഈ ഫാമിലിയില്. അയാള് ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിഞ്ഞൂടോ ബാക്കിയുള്ളവർക്ക്. അങ്ങനെയൊക്കെ വരുമ്പോ 3-4 ജനറേഷൻ കഴിഞ്ഞിട്ട് ഒരു കുട്ടി അയാളുടെ സ്ഥലം എടുക്കും. അപ്പൊ അതേ പ്രോബ്ലം ഇവിടെയും വരും. അതിനെ ഹീൽ ചെയ്ത് അയാൾക്ക് റൈറ്റ്ഫുൾ പ്ലേസ് കൊടുക്കണം. That is one of the concepts of family constellation. അപ്പൊ അത് ഈ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ആത്മാവ് അശാന്തമായ ഒരു ആത്മാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സംഭവമാണല്ലോ. You can say that. ബാധ എന്നൊക്കെ പറഞ്ഞിട്ട് ബാധ, അത് ബാധ മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഡിസ്റ്റർബൻസ് ഇൻ ദ മൈൻഡ്, എന്തെങ്കിലും കുട്ടിക്കാലത്ത് എന്തെങ്കിലും പറ്റിയിരിക്കും, എന്തെങ്കിലും ഒരു ട്രോമ ആയിരിക്കും, അത് വെച്ചിട്ട് ബൈപോളർ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും ബാധ തന്നെയാവും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഒരു റെപ്പറ്റീഷൻ കാണാൻ പറ്റും. ഒരു പർട്ടിക്കുലർ നമ്മൾ അതിന്റെ ഒരു സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു കാലയളവിൽ ചില രോഗങ്ങൾ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ മനോവിഭ്രാന്തികൾ ആവർത്തിക്കുന്നു. അത് പല റീസൺസും ആവാം. പിന്നെ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂന്ന്, ഇങ്ങനെ ഹാം ചെയ്താല് അതേ ഇത് ഫോളോ ചെയ്യും ആ ഫാമിലി, ഈ ഫാമിലിയിൽ. അത് ആ ഹാം ചെയ്ത ആളിനെ ഹീൽ ചെയ്യണം. അത്രയും ജനറേഷൻ ബാക്ക്വേർഡ്സ് പോയിട്ട് അതും റിഗ്രഷനിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല, പിന്നെ പല സംഗതികളും ഒരു കേഴ്സ് ആയിരിക്കും. ഇത് എസ്പെഷ്യലി ഇങ്ങനെ ഫാമിലിയിൽ വഴക്കുകളൊക്കെ ഉണ്ടാവില്ലേ, പ്രോപ്പർട്ടിയൊക്കെ എടുത്തിട്ട് വഴക്കൊക്കെ ഉണ്ടായാല് ആരെങ്കിലും കേഴ്സ് ചെയ്യും, നിങ്ങളുടെ ഫാമിലിയിൽ ഇനി ആൺകുട്ടികളുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഒരു റീസൺ ഉണ്ട്. അപ്പൊ ഈ നാട്ടിൻപുറത്ത് സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഈ വിളിച്ചാവുക എന്ന് പറയും, അല്ലെ പ്രാക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ശരിക്കും പവർഫുൾ ആണ്. വെരി പവർഫുൾ. പക്ഷെ നമ്മള് ഇങ്ങനെ പ്രാക്ക് എന്നൊക്കെ പറയുമ്പോ വിൽഫുൾ ആയിട്ട് ഒരാള് പറയണതാണ് നമ്മൾ പ്രാക്ക് എന്ന് പറയണത്. പക്ഷെ അത് വിൽഫുൾ ആവണം എന്നില്ല. അത് ഇറ്റ് ക്യാൻ ബി തോട്ട് ഫോം. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഒരാളെ ഇങ്ങനെ എന്തെങ്കിലും, ഇപ്പം ഒരു സ്ത്രീയുടെ കുട്ടിയെ നമ്മൾ എന്തെങ്കിലും ഹാം ചെയ്തു നോക്കൂ, ഈ ഫാമിലിയിലുള്ള ആള് ആ കുട്ടിയെ ഹാം ചെയ്തു നോക്കൂ, ആ അമ്മയുടെ ആ ഫീലിംഗ്, ദാറ്റ് ഇമോഷൻ അത്രയ്ക്ക് ഡീപ്പായിരിക്കും. എന്റെ മോനെ ഇവര് ചെയ്തു എന്ന് അത് തന്നെ അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ പ്രാക്ക് വരും. That is the intensity of that emotion that lady is going through. ഞാൻ ആലോചിക്കുന്നത് ഇപ്പം നമ്മുടെ ഭരണാധികാരികൾ പലർക്കും എന്തുമാത്രം കാർമിക് ലോഡിങ്. അവർക്ക് എല്ലാവർക്കും പെർമനന്റ് ആയിട്ട് ഒരു തെറപ്പിസ്റ്റ് വേണം. അതുമല്ല എന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണ്ടേ, കുറവ് വരുന്നില്ലല്ലോ. അവര് മെഡിസിൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, പക്ഷെ ആക്ച്വൽ മെഡിസിൻ അവർക്ക് കൊടുക്കുന്നില്ല. പിന്നെ ആ അവയർനെസ് വരണം, ഇനിയെങ്കിലും ഞാൻ അത് നിർത്തും. അതെ.
അല്ലാതെ ഇപ്പം മറ്റത് മാത്രം നോക്കിയിട്ട് കാര്യമല്ല. അതെ അതെ ഇത് പിന്നെ പണ്ടത്തെ കാത്തലിക് കൺഫെഷൻ മാതിരിയാണ്. അവിടെ കൺഫെഷൻ ബോക്സിൽ കയറി കൺഫെസ് ചെയ്തു, ഇത് നേരെ തിരിച്ചു വന്ന അതേ സംഗതി തന്നെ വെളിയിൽ ചെയ്താല് അതിന് പിന്നെ കൺഫെസ് ചെയ്യാനേ ഒക്കുള്ളൂ. അതെ 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 അതെ. അപ്പോ മാഡത്തിന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഈ പുരുഷനും സ്ത്രീയായിട്ട് ജനിക്കുന്നതിൽ എന്തെങ്കിലും കർമ്മയ്ക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും റോൾ ഉണ്ടോ? ഐ എം ഷുവർ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അത്? കാരണം അത് ഒരുപാട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ നമ്മള് ഓരോ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യണു ഈ ജന്മത്തെ ഞാൻ ആണായിട്ടാണ് ജനിച്ചത്, ഇനി എനിക്ക് പെണ്ണായിട്ട് ജനിച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം, അപ്പൊ അത് പെണ്ണാവും. പിന്നെ ഒരു സംഗതി പറഞ്ഞാല് ഇപ്പൊ ആണായിട്ടിരിക്കുമ്പം ഒരു പെണ്ണിനെ എന്തെങ്കിലും ഹാം ചെയ്തിരിക്കും, എന്തെങ്കിലും ചെയ്തിരിക്കും, അടിക്കുക പിടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ മനസ്സില് ഡെപ്ത് ഓഫ് ഇമോഷൻ, ഇയാൾ ഇനി പെണ്ണായിട്ട് ജനിക്കട്ടെ എന്ന് വിചാരിച്ചാ മതി. അയാൾ പെണ്ണായിട്ട് ഇറ്റ് ഈസ് വെരി ഡീപ്. ദീസ് ഇമോഷൻസ് ആർ വെരി ഡീപ്. അതുമല്ല, ഇപ്പം പിന്നെ നമ്മളിപ്പം കർമ്മത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാള് പെണ്ണിനെ ഹാം ചെയ്തു, അപ്പൊ അത് ന്യൂട്രലൈസ് ചെയ്യണ്ടേ. അപ്പൊ പെണ്ണായിട്ട് ജനിച്ച് അതേ എക്സ്പീരിയൻസ് അയാള് ഫീൽ ചെയ്താലേ അയാൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയായിരുന്നു എന്ന്. അതുകൊണ്ട് അങ്ങനെ പല ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നാണ്, അല്ലാതെ എല്ലാവർക്കും ഒരേ ഇതാണെന്ന് പറയാൻ പറ്റില്ല, ഒരു റൂളല്ല. റീസൺസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മള് പറഞ്ഞാല് പ്രോബ്ലം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ടെലികാസ്റ്റ് ചെയ്യേണ്ട, കട്ട് ചെയ്യാം. ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പറയുന്നുണ്ടോ? അതും ഈ പറഞ്ഞ മാതിരി ഒരു ചോയ്സ് ആണ്. കാരണം അതിന് രണ്ട് തലങ്ങളിൽ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ പുരുഷനും സ്ത്രീയും ഈ രണ്ട് ഭാവങ്ങളും ദ്വന്ദ്വങ്ങളിൽ ഒരാളുടെ പെർഫെക്ഷൻ വരുമ്പോഴത്തേക്ക് അയാൾ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നു എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അത് അതാണ് അർദ്ധനാരീശ്വരന്റെ കോൺസെപ്റ്റ്. രണ്ടും 50-50 ആണ്. ഒന്ന് ശിവ, ഒന്ന് ശക്തി. അപ്പൊ അതാണ് നമ്മൾ ഈ പല ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിലും ഒരു മെയിൽ ആയിരിക്കും, പക്ഷെ അവർക്കൊരു ഫെമിനൈൻ ഒരു പക്ഷെ അതുമാതിരി വരുമ്പോ ട്രാൻസ്ജെൻഡർ തന്നെ ആണെന്ന് നിർബന്ധമില്ല. You can be a male and still have female qualities and vice versa. That's okay, ma'am. പക്ഷെ പലരും ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം വേറൊരു രീതിയിലാണ് നോക്കി കാണുന്നത്. അപ്പൊ അവിടെ പക്ഷെ അവര് ക്ലെയിം ചെയ്യുന്നത് അർദ്ധനാരീശ്വരം എന്നുള്ള കോൺസെപ്റ്റ്, പക്ഷെ അത് രണ്ടും കൂടെ മിസ്മാച്ച് വരുന്നുണ്ടാണ് ഞാൻ ചോദിച്ചത്. I don't think so. എനിക്കതില് വലിയ ഒരു ബിലീഫ് ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത് ഓപ്പൺ ആയിട്ട് ആളുകൾ സംസാരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ അറിയണം. ഇത് 50 കൊല്ലം മുമ്പ് എനിക്കറിയാം ഒരു ഫാമിലിയില് ട്രാൻസ്ജെൻഡർ അല്ല, പിന്നെ ഒരു ലെസ്ബിയൻ ഉണ്ടായിരുന്നു. എനിക്ക് അവരെ അറിയാം, എന്റെ വയസ്സുള്ള ആളാണ്. She was always a lesbian and she didn't hide it from society. She used to live with that partner. And it was in Calcutta. കേരളയിൽ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള 1-2 എഴുത്തുകാര് അവർക്കുണ്ടായ ഒരു പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ ചുരുക്കം ആളുകളെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പൊ ട്രാൻസ്ജെൻഡറും ലെസ്ബിയനും ഗേയും ഒക്കെ ആയാല് എല്ലാരും ഓപ്പൺ ആയിട്ട് പറയുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ല ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ബ്രിട്ടീഷുകാർ ഈ ഒരു റൂൾ കൊണ്ടൊന്നും ഇവിടെ സ്റ്റോപ്പ് ചെയ്തത് തന്നെ അതുകൊണ്ടാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ബിഫോർ ദാറ്റ് ഇറ്റ് എക്സിസ്റ്റഡ് ഹിയർ എന്നുള്ളതാണ്.
പക്ഷെ ചില ട്രാൻസ്ജെൻഡർ പറയാൻ പറ്റില്ല, ദാറ്റ് ഇസ് ജനറ്റിക്. പക്ഷേ പറഞ്ഞു വരുന്നത് ചോയ്സ് ആയിട്ട് വരുന്നതും ഉണ്ട്, അതല്ല ആക്സിഡന്റൽ ആയിട്ട് സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ചോയ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാം, ചെയ്യാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. ഇപ്പോൾ കേരളത്തിൽ ഇന്നിപ്പോൾ വളരെ പടർന്നു പിടിക്കുന്ന ഒരു സംഗതിയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡിസീസിനെ കാർമിക് ഇതുമായിട്ട് നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? വളരെ കണക്ഷൻ ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ആൻസെസ്ട്രൽ, ഇറ്റ് ക്യാൻ ബി ഫ്രം എ പാസ്റ്റ് ലൈഫ്, ഇറ്റ് ക്യാൻ ബി ഫ്രം ദിസ് ലൈഫ്. ദർ ആർ ലോട്ട് ഓഫ് ഇമോഷൻസ് അറ്റാച്ച്ഡ് ടു ക്യാൻസർ. ഇറ്റ് ക്യാൻ ബി ആങ്കർ, ഇറ്റ് ക്യാൻ ബി റിസെന്റ്മെന്റ്. ഇതൊക്കെ നമ്മൾ കൂടുതലാവുമ്പോൾ, മൈൻഡിൽ കൂടുതലാവുമ്പോൾ ബോഡിയിലോട്ട് എക്സ്പ്രഷൻസ് ഡ്രോപ്പ് ചെയ്യാണ്, ആൻഡ് ദാറ്റ് ബിക്കംസ് ക്യാൻസർ. സോ ആ ഇമോഷൻ കണ്ടുപിടിച്ചാൽ ആ ക്യാൻസറിനെ ടു സം എക്സ്റ്റെന്റ് ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി മെഡിസിനും ഡയറ്റും ഒക്കെ. ഇപ്പൊ നമ്മുടെ പല ഗ്രേറ്റ് സയൻസും അവർക്ക് ലൈക്ക് രമണ മഹർഷി, അപ്പൊ ഇപ്പം തന്നെ നമ്മുടെ അടുത്ത കാലത്ത് നിർമ്മലാനന്ദഗിരി സ്വാമിജി, അപ്പൊ ഇവരെല്ലാം തന്നെ ഹ്യൂമൻ മനുഷ്യ രാശിയുടെ വലിയ നന്മയ്ക്ക് വേണ്ടി ചെയ്തവർ. പക്ഷെ അവർക്ക് മാഡം പറഞ്ഞ റീസൺ ആയിരിക്കില്ല. അപ്പൊ അത് മറ്റുള്ള ആളുകളുടെ നെഗറ്റിവിറ്റി സ്വീകരിക്കുന്നതിന്റെ ഡ്രോപ്പിംഗ് ആയിരിക്കും. അതും ആവാൻ വഴിയുണ്ട്, പക്ഷെ ഇവർക്കൊക്കെ അത് ഫീൽ ചെയ്യണില്ല. അതെ, അത് ശരിയാ. നമ്മൾ കാണുമ്പോ നമുക്ക് ഫീൽ ചെയ്യണു അവരിങ്ങനെ സഫർ ചെയ്യാണെന്ന്. പക്ഷെ അവർക്ക് അതൊരു സഫറിങ് അല്ല, ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ ദർ സ്പിരിച്വൽ ബോഡീസ്, നോട്ട് ഇൻ ദ ഫിസിക്കൽ ബോഡീസ്. അതെ അതെ. പക്ഷെ എങ്കിലും ഇങ്ങനെ വരുമ്പോൾ, കാരണം രമണ മഹർഷി നല്ല പെയിൻഫുൾ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. He is accepting that pain as something which he has to go through for moksham. അതെ അതെ അതെ. ഒരു ഫൈനൽ ബാരിയർ അതങ്ങ് തീർക്കുകയാണ്, ഇവിടുത്തെ കർമ്മം തീർക്കുകയാണ്. അത് വിത്ത് അവയർനെസ് ആണ്, ഫുൾ അവയർനെസ് ആണ്. ഇപ്പൊ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യണത് ഫുൾ അവയർനെസ് ഇല്ല. എങ്ങനെയെങ്കിലും ഇതിന് പിന്നെ വെളിയിൽ വരണം എന്ന് പറഞ്ഞാണ് നമ്മളൊക്കെ ഓരോ ഇൽനെസ് നോക്കണത്. പക്ഷെ ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് വിത്ത് ഫുൾ അവയർനെസ്. ഇത് എനിക്ക് ഇങ്ങനെ തന്നെ ഞാൻ മരിക്കും, അത് അറിഞ്ഞും കൊണ്ടാണ്. അതെ 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 അതെ. അപ്പോൾ ഇത്രയും ചോദിച്ച കൂട്ടത്തിൽ ചോദിക്കുന്നത്, ഇപ്പൊ ആഫ്റ്റർ ലൈഫ്, അത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് പലരും പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് ബർത്തുകളിൽ. സ്റ്റിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവിതം ഒരു മിസ്റ്ററിയാണ്. അപ്പൊ ഡെത്ത് എന്ന് പറയുന്നത് അനദർ മിസ്റ്ററി. കാരണം ഞാൻ മരിക്കുമ്പോഴേ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ എന്നാണ് നമുക്കിപ്പോൾ നോർമലി പറയാൻ പറ്റുന്നത്. മരിച്ചിട്ട് തിരിച്ചു വന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിലും നമ്മളത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പലതും അതൊരു ഫിക്റ്റീഷ്യസ് സ്റ്റോറി ആയിട്ട് മാത്രം നോക്കുന്നു. അപ്പം അവിടെ ആണ് നമുക്കിപ്പം ഖുർഷിദ് ഭവനാഗിരിയെ പോലുള്ള ആളുകളുടെ പുസ്തകങ്ങളുണ്ട്. അപ്പം അതിനകത്ത് ഈ കുറേ ലേയേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം മാഡത്തിൻ്റെ എക്സ്പീരിയൻസിൽ ആരെങ്കിലും പാസ്റ്റ് ലൈഫിലേക്ക് അല്ലാതെ ഈ ഫർദർ ലൈഫിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ ഫ്യൂച്ചർ ലൈഫിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് Yeah, that's okay. But still, അങ്ങനെ ഒരു സംഗതി, കാരണം ബ്രയറിന്റെ ബുക്കിലൊക്കെ പറയുന്നത് ചെയ്യാം. That is called progressive regression. Regression അല്ല, it's a progression. അതെ അതെ അതെ. It is not regression. It is going forward. അത് ഷോർട്ട് ടൈം ചെയ്യാം. പിന്നെ ആസ് എൻ എക്സാമ്പിൾ, ഇപ്പൊ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 3 months ഹൗ ആർ യു ബിഹേവിംഗ് എന്ന് പറഞ്ഞ് പ്രോഗ്രഷൻ ചെയ്യാം. അപ്പൊ അവർക്ക് മനസ്സിലാവും അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്റെ ലൈഫ് ഇരിക്കുന്നതെന്ന്. അപ്പൊ ദറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് ഫോർ ദം ടു ഗോ. അത്രയൊക്കെ ചെയ്യാം. പക്ഷെ അതിൽ കൂടുതൽ പേഴ്സണലി that is not in my karma. Okay. I am interfering with that person's karma. ഇപ്പൊ അയാൾക്കൊരു സംതിങ് കോൾഡ് ഫ്രീ വിൽ ഉണ്ടല്ലോ. അല്ല, മാഡത്തിന്റെ ഒരു പ്രോഗ്രഷനിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്തായിരിക്കും എന്നുള്ള? I don't want to see. എന്തെങ്കിലും ക്യൂരിയോസിറ്റി വേണ്ടേ ജീവിതത്തിൽ? അല്ലെങ്കിൽ ജീവിതം എന്തൊരു ഡള്ളായി പോകും. അതെ അതെ, സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചിട്ടിരിക്കും പോലെ. പിന്നെ അതിനൊരു രസമില്ല. ബ്രില്യന്റ് ആൻസർ. എന്തെങ്കിലും നമ്മള്
ഒരു ക്യൂരിയസ് കാരണം ഇന്നലെ മെനയാന്ന് നമ്മുടെ ശുഭാംശു ശുക്ല അദ്ദേഹം മറ്റേ ഈ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് താഴേക്ക് നോക്കിയിട്ട് ഭൂമി എന്ന് പറഞ്ഞ ഒരൊറ്റ വീടായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തോന്നുന്നു. അപ്പൊ ഇവിടെ ഈ ആളുകൾ ഫൈറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് റിലീജിയൻസും കൾട്ടുകളും ഇതൊന്നും മുകളിൽ നോക്കുമ്പോഴൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അതായത് നിത്യനരകം, നിത്യമായ സ്വർഗം, പിന്നെ ആ വഴി ഈ വഴി, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ആണ് പെണ്ണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സങ്കല്പങ്ങളുണ്ട്. അമേരിക്കക്കാർ, നീഗ്രോകൾ, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ മാഡത്തിന്റെ കോൺസെപ്റ്റിൽ ഈ ഡെത്ത് നമ്മൾ അതിനെ വിളിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് എനർജി എന്നാണ്. അപ്പൊ ഈ ട്രാൻസ്ഫർ കഴിയുമ്പോൾ എന്തായിരിക്കും അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും അതിനെ you go back to your soul group. Yeah, definitely there will be people to assist us. Of course. Masters will be there. Masters or even your ancestors or divinity. അപ്പൊ ഈ ancestors എന്ന് പറയുമ്പോൾ അവര് റീബർത്ത് എടുത്ത ആൾക്കാരാണെങ്കിലും at the soul level they are still connected, no? Oh. Of course. The soul level never forgets. സോളിന് അറിയാം. ഇപ്പൊ 3000 ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ആ 3000 ജന്മവും സോളിന് അറിയാം. അപ്പൊ at some level my mother is attached to me. So that part of the soul can take me. Okay, അപ്പൊ അതിപ്പോ റീബർത്ത് എടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ പലരും ഇപ്പം മരിക്കാൻ സമയത്ത് പറയും പിന്നെ എന്റെ ആര് വന്നിട്ട് എന്നെ കൊണ്ടുപോയി ഇതൊക്കെ പറയില്ലേ. അത് വെറും സ്റ്റോറി അല്ല. അല്ല ഞാൻ ചോദിച്ചത് അതുമല്ല, അത് നമ്മുടെ അവയർനെസ്സും ആവാൻ ചാൻസ് ഉണ്ട്. If my belief is that my mother is going to come and take me, I will see my mother in whatever form. Okay. But that is a higher energy at the moment because she is no longer in the body. Appa aa ammade soul is somewhere in the universe. Okay. ആ ട്രാൻസിഷൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് മരണം സംഭവിച്ച ഒരാള്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ അമ്മ അപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് ഷി ഹാസ് ഗോൺ. അപ്പൊ ഞാനിപ്പോ ഒരു നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മ അപ്പോഴേ അവിടെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻസ് റീബർത്ത് എടുത്തിട്ടില്ല എങ്കിൽ. അപ്പൊ റീബർത്ത് എടുത്തിട്ടുണ്ടെങ്കിലും because it is in your awareness. What is in your awareness will show up as your awareness. അത് അമ്മ തന്നെ ആണോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഏതെങ്കിലും ഒരു എനർജി അമ്മയുടെ ഫോർമാറ്റിൽ വരും. നമ്മൾ കാണുന്നത് അമ്മയായിട്ടാണ്. പക്ഷെ അത് സെയിം സോൾ ഗ്രൂപ്പ് ആയിരിക്കും. ബിക്കോസ് ദീസ് ആർ കാർമിക് റിലേഷൻഷിപ്സ്, especially mother, because you are physically connected to her. So that never cuts. And അതുകൊണ്ട് ആ അമ്മയുടെ ഒരു ഊർജം എപ്പോഴും നമ്മുടെ കൂടെ കാണും. ആക്ച്വലി യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് without any problem. ഒരു വലിയ ഡിവൈൻ എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. കാരണം ഐ ബിലീവ്, കാരണം ലാസ്റ്റ് ടൈമിൽ അമ്മ കാണിച്ച ഫാമിലി കോൺസ്റ്റലേഷനിൽ അത് ചെയ്യാം. യു ക്യാൻ ആക്ച്വലി സീ ഇറ്റ്. അമ്മ എന്താണ് മെസ്സേജ് തരണതെന്ന് വരെ പറയും. അതെ. അപ്പോ അമ്മ ലാസ്റ്റില് അമ്മ ഒരു ട്രാൻസ് സ്റ്റേജിലായിരുന്നു. ആ സമയത്ത് കുറെ മുദ്രകൾ, അപ്പൊ അത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ ഞാൻ ഒത്തിരി ആൾക്കാരെ കാണിച്ചു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ മുദ്രകൾ അമ്മ ഇങ്ങനെ കൈവച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് അതൊരു ഹയർ ഇതായിരുന്നു എന്നുള്ളത് ആണ്. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു soul is always at a higher level. Because soul can tap into other souls and other energy beings. നമ്മളെ മാതിരിയല്ല, നമുക്കാണ് കൺസ്ട്രക്ഷൻസ് ഉള്ളത്. At the soul level, we can actually connect with anything you want. So, when it is the transition period, you're actually ready to tap into any energy at all. Okay. ഇത്രയും സംസാരിക്കുമ്പോഴേ എനിക്ക് സഹജമായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് മാഡത്തിന് എന്തെങ്കിലും ടൂൾസിന്റെ ആവശ്യമുണ്ടോ? മീൻസ് ഇപ്പം ഈ ഒരു പ്രസൻസിൽ ഡെഫിനറ്റ്ലി കുറച്ച് സാന്നിധ്യങ്ങളും ഉണ്ടാവും. ഐ ബിലീവ് സോ. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അപ്പം മാഡത്തിന് അങ്ങനെ ഈ നേക്കഡ് ഐ വെച്ച് ഇങ്ങനെ സോൾസ് പ്രസൻസ് കാണാൻ പറ്റുമോ? അതോ ആർ യു യൂസിങ് എനി ഡിവൈസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്?
നോ, ഐ എം നോട്ട് യൂസിങ് എനി ഡിവൈസ്. ഉം. പിന്നെ എനർജി വർക്കിൽ പല ഇംപ്രഷൻസും കിട്ടും. ഉം. അത് എല്ലാവർക്കും ഒരുപോലെ അല്ല കിട്ടുന്നത്. അതെ അതെ അതെ. പിന്നെ ഒരു ചിലര് കാണും, ചിലര് കേൾക്കും, ഉം. ചിലര് ഫീൽ ചെയ്യും, ഉം. ഉം. ചിലർക്ക് അറിയാം. ഉം. ഉം. ഒരു ഇൻറ്റ്യൂഷൻ. ഇതാണ് ഞാൻ കാണുന്നതെന്ന് ഒരു ഫീലിംഗ് കാണും. ഓ. പിന്നെ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. ഉം. അതിൽ റൈറ്റും റോങ്ങും ഒന്നും ഇല്ല, അങ്ങനെയാണ്. ഉം. 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 അപ്പൊ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഉം. 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 ഇപ്പം കാണണം എന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്യാം. ഉം. ഉം. വിഷണറി ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാം. ഉം. ഉം. എവ്രിബഡി ഈസ് ഇൻറ്റ്യൂട്ടീവ്. അതെ. അങ്ങനെ ഒരാളും ഇല്ല, ഇൻറ്റ്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ ഒരാളില്ല. ഉം. 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 പിന്നെ നമ്മൾ എത്രത്തോളം കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യണോ അത്രയും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോണില്ല. ഉം. 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 എന്നുവെച്ചാൽ ഭയങ്കര ലോജിക്കായിട്ടുള്ള ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്ന ആളുകൾ അതെ. അത്ര ഇതിലോട്ട് പോവില്ല. ഉം. 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 പക്ഷെ അവർക്കും ഇത് ഡെവലപ്പ് ചെയ്യാം. ഉം. 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 അപ്പൊ ആർക്കും ഒരു ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതില്ല. ഉം. 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 അവിടെ നൈസാണ് സ്കിപ്പ് ചെയ്തു. ഞാൻ ചോദിച്ച ചോദ്യം അടുത്തിന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ, മീൻസ് കാണാനായിട്ട് പറ്റുമോ? ഞാൻ അങ്ങനെ നോക്കാറില്ല. എങ്കിലും It is not ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വേണം എന്ന് വെച്ച് നോക്കിയിട്ട് കണ്ടതല്ല. അത് അങ്ങനെ വന്നു എന്ന് പറയാം, അത്രേ ഉള്ളൂ. അത് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന തെറപ്പി നടക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത്ര കൊച്ചല്ല, ഒരു 30 വയസ്സായ ഒരു സ്ത്രീ തെറപ്പിക്ക് വന്നു. മുമ്പ് വന്നിരുന്നു. എനിക്കറിയാം ആ കുട്ടിയെ. അപ്പം വന്ന് ഇരുന്നപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഇതില് എന്തൊന്നും ഒരു പൊസഷൻ ഉണ്ടെന്ന്. ആൻഡ് ദ വാസ്. സോ വി ഹീൽ ദാറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ സാധാരണ വരും. എന്ത് ടൈപ്പ് ഹീലിംഗ് ആണ് ചെയ്യുന്നത്? റെക്കി ആണോ അതോ മറ്റെന്തെങ്കിലും? റിഗ്രഷനിൽ തന്നെ ചെയ്യാൻ പറ്റും. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാമോ? എന്ത് തരത്തിലുള്ള ഒരു ഹീലിംഗ് ടെക്നിക്കാണ് അല്ലെങ്കിൽ? ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഓറയിൽ തന്നെത്താനെ തന്നെ അവർക്ക് കാണാൻ പറ്റും. അപ്പൊ അവരുടെ ഓറ എക്സ്പ്ലോറേഷൻ ചെയ്താല് നമുക്ക് മനസ്സിലാവും വേറെ എനർജി ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ചില എനർജീസ് കുറച്ച് സമയം എടുക്കും പോവാൻ, ചില എനർജീസ് വേഗം പോകും, അത്രേ ഉള്ളൂ. മെമ്മറീസ് ആണെങ്കിലും നമ്മൾ അതിനെ ട്രിഗർ ചെയ്തതിനു ശേഷമാണോ നമ്മൾ അതിനെ? അതെ, അവയർനെസ്സിൽ വരണം. ഇതാണ് മെമ്മറിന്ന് അവയർനെസ്സിൽ കൊണ്ടുവരണം, എന്നാലേ അത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില സമയങ്ങളിൽ ഈ ചൈൽഡ് ബർത്തിന്റെ ടൈമിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം സ്റ്റിൽ ബോൺ ആയിട്ട് വരുന്ന, അപ്പൊ അവരെ കുറിച്ച് സാധാരണയായിട്ട് അവർ നമ്മൾ ഈ ചാപിള്ളകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പൂജകളും കാര്യങ്ങളും ചെയ്യും. പണ്ട് കേട്ടിട്ടുണ്ട് പഴയ വീടുകളിലേക്ക് ഭിത്തിയിൽ തന്നെ ഈ കുട്ടികളെ വീടിനകത്ത് തന്നെ സംസ്കരിക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ ചില സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന എനർജികൾ വളരെയേറെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോ അതിന്റെ റീസൺ ബ്ലോക്ക് ആവുകയും ചെയ്യാം, ബ്ലോക്ക് അല്ലായിരിക്കും ചെയ്യാം, ഡിപ്പെൻസ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാല് പിന്നെ അതെന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കണം. പിന്നെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ചിലപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കർമ്മം, ബാക്കി അത് തീർത്തു അവര് പോയി, അത്രേ ഉള്ളൂ. ശാപത്തിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ വന്നിട്ട് പിന്നെ കുടുംബത്തിന് ദോഷമായിട്ട് നിൽക്കുന്ന അങ്ങനെ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും സാധ്യതയുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. സാധ്യത എല്ലാത്തിനും ഉണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയായിരിക്കും. അപ്പോ അങ്ങനെയുള്ള കേസുകളിൽ അപ്പം വായിച്ചിട്ടുണ്ട്, ഈ 3 വയസ്സ് വരെ ഒരു കുട്ടി അതിന്റെ സോള് തന്നെ ഡിസൈഡ് ചെയ്യുന്നു അതിന് വേണമോ വേണ്ടോ എന്നുള്ളത്. അപ്പൊ 3 വയസ്സ് വരെ അതിന് ഒട്ടും കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 3 വയസ്സിന് മുമ്പ് ഈ ശരീരം ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു പവർ അതിന് ഈ സോളിനുണ്ടെന്ന്. 3 വയസ്സ് തന്നെ പറയാൻ പറ്റില്ല. കുട്ടികൾ ചെറുതായിരിക്കുമ്പോ അല്ല, 3 വയസ്സ് വരെ, 3 വയസ്സിന് ശേഷം പിന്നെ അതിന് അങ്ങനെ സാധ്യത കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അത് തന്നെ പറയാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ചില കുട്ടികള് പിന്നെ ഈ പാസ്റ്റ് ലൈഫൊക്കെ ഓർമ്മയിൽ വരണത് 3 വയസ്സിന് താഴെയാണ്. അപ്പൊ ഇപ്പൊ ഒരു ട്രോമാറ്റിക് ആയിട്ട് ഒരു ലൈഫാണ് അതിന് മുമ്പ് ജീവിച്ചതെന്ന് വെച്ചാല് അത് ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പൊ അത് വരുമ്പോ
ആ കുട്ടി ചിലപ്പം ഡിസൈഡ് ചെയ്യും വേണ്ടെന്ന്. അതും പോസിബിലിറ്റിയേ ഉള്ളൂ. അത് തന്നെ നടക്കുമെന്ന് ഞാൻ പറയണില്ല. അത് നടക്കാൻ സാധ്യതയുണ്ടെന്നേ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിന് കിട്ടുന്ന കുറച്ചുകൂടെ ഹയർ ബർത്ത് ആയിരിക്കുമോ അതോ ലോവർ ബർത്ത്, അതും ഡിപ്പെൻസ് അല്ലേ? അതും ഡിപ്പെൻസ് ഓൺ വാട്ട് ഹി ഹാസ് ചോസൺ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലൊന്നും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് മാത്രമേ നടക്കുള്ളൂ എന്ന് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടേതായ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഇപ്പം മാഡത്തിന്റെ പ്രീവിയസ് ബർത്തില് മാഡം ഇതുപോലെ തന്നെയാണോ ഈ ഒരു ഫീൽ, അതായത് ഐ ഫീലിംഗ് ഉണ്ടല്ലോ? അപ്പൊ നമ്മളിപ്പോ എത്രയൊക്കെ മാറ്റി വെച്ചാൽ എൻ്റെ ഉള്ളിലൊരു ഞാനെന്നൊരു സ്വത്വം അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ ഈ മാഡത്തിന്റെ നെക്സ്റ്റ് ബർത്തിൽ, അത് ഉടനെ സംഭവിക്കേണ്ട, ഞാൻ പറഞ്ഞത് മാഡത്തിന്റെ നെക്സ്റ്റ് ബർത്തിലും ഇതേ രീതിയിലുള്ള ഒരു അവയർനെസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഞാൻ എന്ന് പറയുന്ന ഫീൽ ഉണ്ടാവും. മേ ബി മാഡം ജനിക്കുന്നത് ഒരു പുരുഷനായിട്ടായിരിക്കാം, US-ലായിരിക്കാം, അതർവൈസ് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിട്ട് മേ ബി ഇൻ ഹിമാലയാസ്, അങ്ങനെ എവിടെയാണെങ്കിലും ഈ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽ ഉണ്ടാകുമോ? അത് ഞാൻ ഡിസൈഡ് ചെയ്താലേ കാണുള്ളൂ. ഇപ്പൊ എനിക്ക് വേറെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് സൈഡിൽ കൂടെയാണ് എനിക്ക് ഇവോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മാഡം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഞാൻ ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗ് എപ്പോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് തന്നെ ആവണം എന്നില്ല. ഒരു സെക്കൻഡ്. അപ്പൊ നോർമലി നമ്മൾ പറയില്ലേ മാഡം, ഈ ഒരാള് നമ്മളൊരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഇന്ന ആള് നിങ്ങൾ ഈ കഴിഞ്ഞ ജന്മം നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തത് കൊണ്ടാണ്. നമുക്കിപ്പം ജസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്ന കാതറിന്റെ കാര്യം നമ്മൾ പറയുന്നു, ബ്രാൻ വൈസിന്റെ ബുക്കിൽ പറയുന്ന ഒരു, അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ അവരൊരു സൈനികനായിരുന്നു, മെയിലായിരുന്നു. അപ്പൊ അന്നുണ്ടായ ഒരു പർട്ടിക്കുലർ ട്രോമ കൊണ്ടാണ് അവർക്ക് ഈ വെള്ളത്തിനെയും തീയെയും ഒരേപോലെ ഭയം എന്ന് പറയുന്നത്. അപ്പൊ ആ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പർട്ടിക്കുലർ സൈക്കിയാണെന്ന് നമുക്ക് പറയാം. ദ സെയിം തിങ് ഈസ് ദെയർ റീഇൻകാർണേറ്റഡ് ആസ് കാതറിൻ ഇൻ ദിസ് ബർത്ത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അവരുടെ ആ രണ്ട് ഭയങ്ങളും മാറി കിട്ടി. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാതറിൻ ഇനി ഒരു നെക്സ്റ്റ് ബർത്ത് എടുക്കുമ്പോൾ ഇതേ സൈക്കി തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതായത് ഞാൻ എന്ന് പറയുന്ന ഫീലിംഗ്, അതായത് ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുമോ, അതോ അതിനകത്ത് മാറ്റം വരും എന്നുള്ളതാണ് ചോദിച്ചത്. അതിന് മാറ്റം വന്നെന്ന് വരാം. എന്താന്ന് വെച്ചാൽ അടുത്ത സോൾ ലെവൽ അവര് വേറെ ഡിസൈഡ് ചെയ്തു എന്ന് വരാം. ഈ എക്സ്പീരിയൻസ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് അല്ല, എക്സ്പീരിയൻസ് അല്ല, ആ പേഴ്സൺ ഹൂ ഈസ് എക്സ്പീരിയൻസിങ് did need not be the same in the next birth. He or she can choose to be somebody else. ഇപ്പൊ മാഡവും ഞാനും ഇത്ര അടുത്തിരിക്കുകയാണ്. സോ യു ആർ ഡിഫറെന്റ്, ഐ ആം ഡിഫറെന്റ്. അതുകൊണ്ട് നമ്മൾ ഫിസിക്കലി നമ്മൾ ഡിഫറെന്റ് ആണ്. പക്ഷേ നമ്മുടെ മാഡത്തിന്റെ ഉള്ളിലുള്ള ഒരു എനർജി ഉണ്ട്, എന്റെ ഉള്ളിലുള്ള ഒരു എനർജി ഉണ്ട്. നമ്മളിതിന് പറയുന്നത് നോർമലി ഇത് ആത്മാവാണെന്ന് പറയുന്നു. പക്ഷേ ഈ ആത്മാവ് സറൗണ്ടഡ് ബൈ സോ മെനി വാസനസ്, നമ്മൾ അതിനെ മൈൻഡ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് പറയുന്നു. അപ്പൊ മാഡത്തിനെ ഇപ്പൊ മാഡം ആക്കുന്ന ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ട്, എന്നെ ഞാനാക്കുന്ന ഒരു പർട്ടിക്കുലർ എലമെന്റ്. അതെ, ഈ സെയിം സാധനത്തിനെ അതേ ഫോർമാറ്റിലായിരിക്കും നമ്മൾ ജനിക്കുക എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറയുന്നത്, ആ ഫോർമാറ്റിൽ തന്നെ ജനിക്കണം എന്ന് നിർബന്ധം ഇല്ലാന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എനിക്ക് ചൂസ് ചെയ്യാൻ, എനിക്ക് വേറെ ഒരു ഫോർമാറ്റിൽ വേണം എനിക്ക് ജീവിതം കാണാനെന്ന്. അതാണ് ചോയ്സ്. അല്ല, ആ ഞാനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനല്ല, അത് സോളാണ്, ആത്മാവാണ് ഡിസൈഡ് ചെയ്യണത്. അതിലവിടെ ഞാനേ ഇല്ല. അപ്പൊ ഈ ഞാനെന്ന ഭാവം ഈ ജന്മത്തിലേ ഉള്ളൂ. അപ്പൊ കുടുങ്ങി. അപ്പൊ നമ്മളിതൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് സുഖമായിട്ട് ജീവിക്കുക, സുഖമായിട്ട് പോവുക, അത് അത്രയും നമ്മൾ ജനിച്ചത് തന്നെ ഭാഗ്യം. തനിച്ചത് ഭാഗ്യം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണു, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണു. അത് നമ്മുടെ കർമ്മം, ഓരോ ജന്മത്തിലും വന്ന കർമ്മങ്ങള്. ഇപ്പം പിന്നെ ഈ കാതറിന്റെ കാര്യം പറഞ്ഞില്ലേ, അതില് പിന്നെ അവരുടെ ട്രോമാറ്റിക് പാസ്റ്റ് ലൈഫ് ഈ ലൈഫിൽ അവർ ക്യൂർ ചെയ്തു. അങ്ങനെ ഒരു ട്രോമാറ്റിക് ലൈഫ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ലൈഫ് തന്നെ ആവണമെന്നില്ല. അപ്പൊ ഈ പറയണ ഞാൻ വേറെയല്ലേ ചൂസ് ചെയ്തത്. ഇപ്പൊ 5 ജന്മം മുമ്പ് ചൂസ് ചെയ്തത് ഈ പ്രീവിയസ് ജന്മത്തിലല്ലല്ലോ. അല്ല മാഡം, ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസും ബാക്കിയുള്ള ഈ ഔട്ട്വേർഡ് സിറ്റുവേഷൻസും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇപ്പൊ എന്റെ ഉള്ളിൽ ഇപ്പൊ ഞാനൊരു ഐസ്ക്രീം കഴിക്കുമ്പോൾ ഞാനാണെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിയുമ്പോ നമുക്ക് ഞാനിപ്പോ ഒരു കാര്യം കാണുന്നത് പോലെ ആ ബർത്തിലും കാണും. അത് ആ ബർത്തില് ചൂസ് ചെയ്ത എക്സ്പീരിയൻസ് കാണേണ്ടതേ കാണുള്ളൂ. എന്തായാലും അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐഡിയ അങ്ങോട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മള് ചൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കാണും.
അല്ലാതെ ഞാനിപ്പോ ഈ ജന്മത്ത് ഞാൻ അടുത്ത ജന്മത്തിൽ ഇതാണ് അല്ല കാണാൻ ഇവിടെ പോണത്. ദശാവതാരങ്ങൾ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ നമ്മുടെ മത്സ്യം അത് കൂർമ്മം വരാഹം ഇതെല്ലാം that is a very far off example for human beings. അല്ല ഓക്കെ എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് Basically. അപ്പൊ ഇതെല്ലാം എന്താണ് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളാണ്. ഈ 10 10ലും 10 അവതാരം രൂപങ്ങളിൽ വന്നുവെങ്കിലും അതിനകത്തിരുന്നു കൊണ്ട് കണ്ട ആൾ ഞാനെന്നല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, പക്ഷെ അതൊരു ഭയങ്കര ഇവോൾവ് സോളാണ്. ഉം, ഉം, അപ്പൊ ആ സോളിനെ ഡിസൈഡ് ചെയ്യാം. ഉം. അപ്പൊ നമ്മുടെ സോൾസിനൊക്കെ അത് ഡിസൈഡ് അല്ല ചെയ്യാൻ ഫോർമാറ്റ് അല്ല മാഡം ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ അകത്തിരുന്ന് ഇപ്പൊ നമ്മളിപ്പോ ഈ 10 അല്ലെങ്കിൽ 15 തരത്തിലുള്ള ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റെഫ്രിജറേറ്ററിൽ നിന്ന് തണുപ്പ് വരുന്നു, ഹീറ്ററിൽ നിന്ന് ചൂട് വരുന്നു, പക്ഷെ സ്റ്റിൽ അതിനകത്തുള്ളത് ഇലക്ട്രിസിറ്റിയാണ്. അതേപോലെ ഈ ഞാനിപ്പോ എന്റേതായ ചില പേഴ്സണൽ സംഗതികളായിട്ട് ഞാൻ കണക്കാക്കി വെക്കുന്ന എന്റെ ഈ ഒരു സൈക്ക് എന്ന് പറയുന്ന സാധനം പിന്നെ ഏതെങ്കിലും ജന്മങ്ങളിൽ ഞാൻ വേറൊരു ഫോർമാറ്റിൽ വരുമ്പോഴും ഇതേ രൂപത്തിൽ എനിക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബിക്കോസ് ഈ ഐ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളൂ. അതെ അതെ. ഇൻ എ ഡിഫറെന്റ് പ്ലെയിൻ ദർ ഇസ് നോ സ്പേസ് ആൻഡ് ദർ ഇസ് നോ ടൈം. സോ വെൻ ദർ ഇസ് നോ സ്പേസ് വേർ ആർ യു? യു ആർ നോട്ട് ദേർ അറ്റ് ഓൾ. അപ്പൊ ടോട്ടൽ ഒരു മിറാഷ് ആണ് ഈ വേൾഡ് എന്ന് പറയുന്നത് എല്ലാം. അബ്സല്യൂട്ട്ലി മായ. നമ്മൾ ഇവിടെ മായ തീരുമ്പോ നമ്മൾ പോണു, നമ്മുടെ മായ തീരുമ്പോ നമ്മൾ പോണു. അല്ല ഞാൻ ഈ മഹാഭാരതത്തിലേക്ക് എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത്. അപ്പൊ ഈ മഹാഭാരതത്തില് അതൊക്കെ ഇവോൾവ് സോൾസ് ആണ്. അതെ അതെ അതെ. ശന്തനുവിനെ കുറിച്ച് പറയുമ്പോൾ ശന്തനു പ്രീവിയസ് ബർത്തില് അദ്ദേഹം മറ്റൊരു ആളായിട്ട് ആയിരുന്നു. ഇതൊക്കെ ഇപ്പൊ പറയല്ലേ അത് അങ്ങനെ ആയിരുന്നു. അതെ അതെ. അങ്ങേർക്ക് അവയർനെസ് ഉണ്ടോ എന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല പുള്ളിക്കില്ല, പക്ഷെ അതേ ആള് തന്നെയാണ് ഈ രൂപത്തിൽ വന്നിരിക്കുന്നത്. പഴയത് മറന്നുപോയി. മറന്നുപോയി. അതുകൊണ്ടല്ലേ ഇവിടെ വന്നപ്പോ അത് ഓർമ്മയില്ലാത്തത്. അതെ അതെ അതെ. ദശരഥന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ചിലർ അതേ ലൈഫില് ഈ മുനികുമാരന്റെ പേരൻസിനെ കൊന്നത്, അല്ല മുനികുമാരനെ കൊന്നത് ദശരഥന്റെ മനസ്സിലില്ല. ഈ ജന്മത്ത് തന്നെ ഇല്ല. പക്ഷെ അതിന്റെ റിപ്പർക്കഷൻ വന്നപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഇതുകൊണ്ടാണ് എനിക്ക് എന്റെ മോനെ 14 കൊല്ലം പറഞ്ഞയക്കേണ്ടി വന്നു. ആ അവയർനെസ് ഇല്ല. നമുക്ക് പറഞ്ഞു വന്നാല് ഒരാള് തന്നെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആക്ട് ചെയ്യുന്നു, പക്ഷെ പ്രീവിയസ് ആളുകൾ മാസ്ക് ചെയ്തിട്ടേക്കുന്നു. മാസ്ക് ചെയ്തിട്ട് പുതിയ റോള് ചെയ്യുന്നു. അതാണ് ഗീതയും പറയണത്. ഈ ക്ലോത്ത്സ് മാറ്റിയിട്ട് വേറെ ധരിക്കുന്നു. അപ്പൊ ആ ആള് അത് തന്നെയാണ്. അതേ അതിൽ മാറ്റങ്ങൾ സോൾ അത് തന്നെയാണ്, ആത്മാവ് അത് തന്നെയാണ്. പക്ഷേ വസ്ത്രം വേറെയാണ്. പിന്നെ ഈ സോൾ മെർജിങ്ങിനെ കുറിച്ച് എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഒരേ ഇതിലുള്ള ചില ആത്മാക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ജനിക്കുക എന്നൊക്കെ അതാണ് സോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതൊക്കെ ഓരോരുത്തരുടെ ബുക്കുകളിലാണ് അത് വായിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇംപ്രഷൻസ് ആണ്. അതില് ഇത് ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെയാണ് നടക്കണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു എക്സ്പീരിയൻസ് ഇറ്റ്. അതെ അതെ. അല്ല ഈ റാഷണലിസ്റ്റുകളും അവസാനം പറഞ്ഞു തന്ന പോയിന്റ് ഇതാണ്. ഇതൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ജീവിച്ചു പോയാൽ പോരെന്ന് ചോദിക്കുവാറ്. ഞാന് ഇപ്പൊ എത്രയോ കൊല്ലം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഇപ്പൊ പിന്നെ എന്റെ ഫീലിംഗ് എന്താന്ന് വെച്ചാല് ഈ ഹീലിംഗ് ചെയ്യണത് ബാക്കിയുള്ളവർക്ക് നല്ല ഒരു ജീവിതമായിട്ട് കഴിയണം. അത്രേ എന്റെ റോളുള്ളൂ. അതിനൊന്നും ശരിയാക്കാൻ എന്റെ റോളല്ല. അതായത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. സോ യു ജസ്റ്റ് ഹാവ് ടു ഡു യുവർ ബിറ്റ് ടു എലിവിയേറ്റ് ദ മിസറി. ഇപ്പൊ ഒരാൾ ഡിപ്രഷനിലാണ്, ആ ഡിപ്രഷനിൽ നിന്ന് പകുതിയെങ്കിലും നമുക്ക് തിരിച്ച് അപ്പൊ കുറച്ച് സ്മൂത്ത് ആയിട്ട് ജീവിതം പോവും. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ റോൾ അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നോക്കിയിട്ട് കാര്യമല്ലല്ലോ. അപ്പൊ ഈ അനിമൽസിന്റെ കൊണ്ട് ചോദിച്ചിട്ട് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഈ അനിമൽസ് ആയിട്ട് ജനിക്കുന്നത് അത് കാർമിക ഒരു എലമെന്റ് കൊണ്ടായിരിക്കും. വൺ കോൺസെപ്റ്റ് ഈസ് ദാറ്റ് ആനിമൽസ് എല്ലാ ആനിമൽസ് ആയിട്ടും ജനിച്ചു കഴിഞ്ഞിട്ടേ ഒരു ഹ്യൂമൻ ലൈഫ് കിട്ടുള്ളൂ എന്നാണ്. പിന്നെ പക്ഷേ ദേ ഹാവ് ബീൻ ഇൻസ്റ്റൻസസ് ഹ്യൂമൻ ലൈഫിൽ നിന്ന് തിരിച്ചു പോയിട്ടുണ്ട്. അതും ചട്ടമ്പിസ്വാമികളുടെ നറേഷൻസിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ പിന്നെ ഈ തിരുവിതാംകൂറിലെ വലിയ ഉദ്യോഗസ്ഥന്മാരായ ആൾക്കാർ നായ്ക്കളായിട്ട് ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് പെറ്റ് ഡോഗ്സ് എസ്പെഷ്യലി അതൊരു ബ്ലെസ്ഡ്
ലൈഫ് ആണെന്നാണ് പറയണത്. എന്നുവെച്ചാൽ യു ആർ ലുക്ഡ് ആഫ്റ്റർ, completely looked after. care ആണ്. അതെ അതെ, no responsibilities, no responsibility, nothing. You be happy the way you are and you live life very easily. അപ്പൊ അതൊക്കെ പിന്നെ ജഡാഭരതന്റെ കഥയിലും പറയുന്നുണ്ട്, മാനിനെ സ്നേഹിച്ചെടുത്ത് മാനായിട്ട് ജനിച്ചു. അപ്പൊ ഇറ്റ് ഹാപ്പൻസ്. ബ്രെയിൻ വേസിൽ പറയുന്ന പോലെ ബാക്കി നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ ഈ അനിമൽ മെമ്മറീസ് ഓർത്തെടുക്കാൻ പ്രയാസമാണ്, അത് റിവീൽ ചെയ്യാൻ പ്രയാസമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രയാസമാണെന്നല്ല, അത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, പോസിബിൾ ആണ്. എൻ്റെ ഒരു ക്ലയന്റ് പിന്നെ എപ്പോ നോക്കിയാലും ഒരു ആനിമലായിട്ട് പറയും. ഒരു ആന, ഒരു കുതിര, ഒരു സ്നേക്ക്. അവര് സ്ത്രീയാണ്, അവര് എന്ത് ഫാസ്റ്റ് ലൈഫ് പറഞ്ഞാലും ഒരു ആനിമൽ ലൈഫ് ടൈം പോകും. അപ്പൊ എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു, അവര് എപ്പോ വന്നാലും ഒരു ആനിമൽ ലൈഫ് ടൈമിൽ പോകും. അപ്പൊ ആ ആനിമൽ ലൈഫ് ടൈമില് ഈ ലൈഫ് ടൈമിൽ ഫീൽ ചെയ്യണ എന്തെങ്കിലും ഇമോഷൻ അറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ ലൈഫ് ടൈമിൽ പോണത്. That must have been the first lifetime when she went through that emotion. അപ്പം എക്സാമ്പിൾ പറയാമോ? എന്ത് തരത്തിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടേജ് ആയിരിക്കും ഇന്നത്? ഒരു അവരുടെ വലിയ ഇഷ്യൂ ജീവിതത്തില് പിന്നെ കുട്ടികളെ വെച്ചിട്ടായിരുന്നു. അപ്പം ഒരു ആനയുടെ ലൈഫ് ടൈമിൽ പോയി, ആൻഡ് ദാറ്റ് elephant had problems with the children. അപ്പൊ ഈ ജന്മത്തും അതേമാതിരത്തെ പ്രോബ്ലംസ് കുട്ടികളുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ യൂഷ്വലി ആനിമൽ ലൈഫ് ടൈമിൽ പോയാലും ഒരു പരിധി വരെ കാണുള്ളൂ. എന്തെന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസും തോട്ട്സും, എസ്പെഷ്യലി തോട്ട്സ്, ലിമിറ്റഡ് ആണ് കമ്പയർഡ് ടു ഹ്യൂമൻ ബീങ്സ്. അപ്പൊ അവര് പല സംഗതികളും ചെയ്യൂല. ലൈക്ക് എൻ എലിഫന്റ് ഈസ് മോർ ഇവോൾവ്. പക്ഷേ മറ്റേ ആനിമൽസ് ഒന്നും ഇത്ര ഇവോൾവ് ആയിരിക്കില്ല. അത് ബാബയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, സായി ഗീത. അപ്പോഴ് ബാബ പറയുമായിരുന്നു കഴിഞ്ഞ ജന്മം രാജകുമാരി ആയിരുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് കൂടുതൽ കെയർ കിട്ടാനും മാഡം പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഓക്കെയാണ്. കുറച്ചുകൂടെ കെയർ കിട്ടാനും അവർക്ക് ഒരു ബ്ലെസ്ഡ് ലൈഫായിട്ട് പോകുന്നു. ഓക്കെ ഓക്കെ. പിന്നെ പല ആനിമൽ ലൈഫ് ടൈം ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യം ഞാൻ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടർക്കിയിൽ ഒരു റഷ്യൻ ഉണ്ടായിരുന്നു. അയാളാണ് ആദ്യമായിട്ട് ഒരു ആനിമൽ ലൈഫ് ടൈമിൽ റിഗ്രഷൻ ചെയ്ത് കാണിച്ചു തന്നത്. അതൊരു ഗൊറില്ല ലൈഫായിരുന്നു. ദാറ്റ് വാസ് മോർ ലൈക്ക് ഹ്യൂമൻസ്, because gorilla is very close to humans. അപ്പം അതിന്റെ ഇമോഷൻസും അതിന്റെ തോട്ട്സും ഒക്കെ വളരെ കണക്റ്റഡ് ടു ഹ്യൂമൻ ബീങ്സ് ആയിരുന്നു. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആനിമൽ ദാറ്റ് യു സീ. പിന്നെ ചില ആനിമൽസിന് ചില ക്വാളിറ്റീസ് ഉണ്ട്, അതായിരിക്കും ഈ പേഴ്സന്റെ ക്വാളിറ്റീസ്. ശരിക്കും നോക്കിയാൽ അസ്ട്രോളജിയിലും അതേമാതിരി നമ്മൾ യോനി എന്ന് പറയും. അത് ദ ആനിമൽ ദാറ്റ് യു റെപ്രസെന്റ്. അങ്ങനെ അതുകൊണ്ട് ചില ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ ഡോമിനന്റ് ആയിട്ടിരിക്കുന്ന ഒരു അനിമൽ കാണും, ഒരു പക്ഷിയോ മൃഗമോ അതിനകത്ത് കാണും. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഞാൻ എന്റെ കുറെ സ്റ്റഡീസിൽ നമ്മുടെ ഒരു എന്റെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല, മേ ബി പലയിടത്തുനിന്നും കിട്ടിയ ഒരു ഇതിനകത്ത് ദ ആനിമൽസ് നോ എവറിത്തിങ്. അവർക്കെല്ലാം അറിയാം, പക്ഷെ അവർക്കൊന്നും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. അതായത് സീക്രട്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കും ഓരോ പരിധിയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ നമ്മളെക്കാളും അവയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് കാണുമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചുകൂടെ ഇവോൾവ് ആണ്. അവർക്ക് എത്ര കോൺഷ്യസ്നെസ് വേണോ അത്രയും കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് സീക്രട്സ് ഓഫ് ലൈഫിനെ കുറിച്ച് അവർക്ക് അറിയാമായിരിക്കും, പക്ഷെ ദേ കനോട്ട് എക്സ്പ്രസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. I won't say that. അവരുടെ ഫിസിക്കൽ ബോഡിയിൽ എത്ര കോൺഷ്യസ്നെസ് വേണമെന്ന് വെച്ചാൽ അത്രയും കോൺഷ്യസ്നെസ്സേ കാണുള്ളൂ. അതൊക്കെ മാഡം, അതല്ല ഞാൻ പറഞ്ഞു. ഇപ്പം ഈ DH ലോറൻസിന്റെ ലിസാർഡ് എന്നൊരു പോയം, അപ്പൊ അങ്ങനെ പല സാധനങ്ങളും ഇത് ഈ ജീവികൾ വന്നിട്ട് മാഡം ലിറ്ററേച്ചർ ആയിരുന്നാണ് ഞാൻ പറഞ്ഞത്.
അപ്പൊ ഇതെല്ലാം വന്നിട്ട് ഓൾറെഡി സഡൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഒരു സെലസ്റ്റിയൽ മ്യൂസിക് കേൾക്കുന്ന പോലെ നിന്നിട്ട് ദെൻ ദേ ആർ ഗോയിങ് സംവെയർ എന്ന് പറയുന്നു. അപ്പൊ ഇവര് അറ്റാച്ച്ഡ് ടു ദ ഒരു സുപ്രീം ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ആണ് റാദർ ദാൻ ഹ്യൂമൻ ബീങ്സ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. ഈവൻ ഒരു മൈക്രോബ് അമീബയ്ക്ക് പോലും അതിന്റെ ഒരു ദേശകാല ബോധം. പക്ഷേ മാഡം പറഞ്ഞ പോലെ compared to human beings. അതെ അതെ, compared to human beings they are limited. അതന്നെ പണ്ട് ഈ മൃഗഭാഷയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷികളുടെ ഭാഷയും ഗൗളിശാസ്ത്രം, ഇതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ. Horse whisperers, they actually whisper to the horse. അതെ അതെ അതെ. പക്ഷെങ്കിലും മുമ്പ് ആണെങ്കിൽ ഈ ഇവര് സംസാരിക്കുന്നത് കേട്ടിട്ട് ഈ മൃഗഭാഷ അല്ലെങ്കിൽ പക്ഷിഭാഷ അറിയാന്നുള്ളവർക്ക് അത് അറിയാമായിരുന്നു എന്താണ് ഇവരും അതാണ് ചെയ്യണത്. They are actually training the horses through whispering. അപ്പൊ ആ അവയർനെസ് ആ ഹോഴ്സിനുള്ളത് കൊണ്ടല്ലേ അത് ചെയ്യാൻ പറ്റും. അതെ 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 അതെ. അല്ല അവയർനെസ് എന്തായാലും കാരണം സുനാമി ഒക്കെ വരുമ്പോൾ അവർക്ക് നേരത്തെ അത് they are much more evolved in those conditions, especially today. ഇപ്പൊ ഒരു എക്ലിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് എല്ലാ ബേർഡ്സും മിണ്ടാതിരിക്കും. അവര് ശബ്ദിക്കൂല. അതുമാതിരി തന്നെ ഡോഗ്സും, സ്ട്രീറ്റ് ഡോഗ്സ് ഒന്നും കുറയ്ക്കൂല. ഇഫ് യു വാച്ച് ദ എക്ലിപ്സ് യു വിൽ നോ ഒന്ന് എക്ലിപ്സ് ആണെന്ന്. ഇപ്പോഴും അത് if you are aware of it you can feel it. Fine. The nature will tell you. Okay. അപ്പോൾ ഇതിന്റെ because eclipse ൽ എനർജി ഫാക്ടർ ഇല്ല. അപ്പൊ ഈ ഒരു എവല്യൂഷന്റെ ഒരു എൻഡ് പോയിന്റിനെ കുറിച്ച് മാഡം ചിന്തിക്കുന്നുണ്ട്? അതായത് നമ്മളിപ്പോ ഈ നമ്മുടെ ഒരു ഭാരതീയ സങ്കല്പം അനുസരിച്ച് യുഗങ്ങൾ, അപ്പൊ ഇത് യുഗം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രളയം, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും, അപ്പൊ അങ്ങനെ ഇതിനൊരു തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ല, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റ്സ് വീണ്ടും ആവർത്തിക്കൂ? ദാറ്റ് മീൻസ് ആവർത്തിച്ചിട്ടുണ്ടോ മുമ്പ് ഒരിക്കലും? Now you are going into parallel lifetimes. It is happening. They are parallel. You can get in and out of any number of lifetimes you want. Okay. അപ്പൊ നമ്മൾ മുമ്പോട്ട് ഇരുന്നിട്ടുണ്ട്, ഇനി ഇരിക്കും. Okay, great. വേണമെങ്കിൽ. Okay, and conditions apply. Of course, conditions. Okay. അപ്പൊ മാഡം ഇപ്പോഴും തെറാപ്പി ചെയ്യുന്നുണ്ട്? ടീച്ചിങ് ഉണ്ടോ? ടീച്ചിങ് ഉണ്ടോ? ഇത് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ റിഗ്രഷൻ പഠിപ്പിക്കണില്ല. പലരും ചോദിച്ചോണ്ടിരിക്കുന്നു പഠിപ്പിക്കാൻ. ചിലപ്പോൾ പഠിപ്പിച്ചൊന്നും വരും. Okay. അപ്പൊ എന്തായാലും പക്ഷെ വേറെ ഇതൊക്കെ പഠിപ്പിക്കും. Like I just did a cord cutting workshop. എന്താണ് മാഡം ഒന്ന് പറയാം? That is about if you have any disagreement or somebody you don't get along with, you cut the cord so that that negativity goes. That doesn't mean the memory goes. Only the negativity goes. So അത് ചെയ്യുമ്പോൾ ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളിൽ പ്ലസന്റ് എക്സ്പീരിയൻസ് അല്ല, ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയ്ക്ക് ഇത് കാണുന്നില്ല. ഇന്റൻസിറ്റി ഓഫ് ഡിസ്ലൈക്ക് വിൽ നോട്ട് ബി ദെയർ എന്ന് പറയാം. ഇപ്പൊ അത് ചെയ്യുന്നുണ്ട് മാഡം? That is a small part. That is a 3-hour workshop. Okay. Right now you are there in Bangalore. അപ്പോ നേരത്തെ എന്നോട് ചോദിച്ചു തിരിച്ചു വരട്ടെ എന്ന് ചോദിച്ചു. എന്തായാലും ഇല്ല ചെയ്യില്ല. അല്ല, നമ്മൾ ഓഫ് ടോക്കിൽ സംസാരിച്ചതാണ്, ഓഫ് ഷൂട്ടിൽ സംസാരിച്ചതാണ്. അപ്പോ മാഡം അങ്ങനെയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഭാവിയിൽ ഇങ്ങനെ ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വരണം? കാരണം ഒത്തിരി ആൾക്കാരല്ല, ഞാൻ അവിടെയും വീട്ടിൽ നിന്നാണ് ചെയ്തത്. ഓക്കെ, I would prefer doing that. അപ്പൊ ഇവിടെ ആയിരിക്കില്ല. അപ്പം മാഡത്തിന്റെ നമ്പർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ shall I? Oh yes, I do online. Okay. All the therapies I do online. So that is not an issue even today. ശരി. അപ്പൊ എന്തായാലും വളരെ ആക്സിഡന്റൽ എന്ന് പറയാൻ പാടില്ല. ഇതിന് നിമിത്തം കാരണമായത് എന്റെ ഒരു പ്രിയ ഫ്രണ്ടാണ് അരവിന്ദ് പത്മകുമാർ. ഹീസ് ഹിയർ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നേച്ചറിന്റെ ഡിസിഷൻ ആണെന്ന് തോന്നുന്നു. അതെ. Thank you so much for sharing your valuable time. Thank you.